പറയാനുള്ള രണ്ട് വാക്ക് പറഞ്ഞു നിർത്തൂ. അങ്ങനെ കഴിയില്ല സാർ. അങ്ങനെയാണ് അങ്ങ് അനുവദിക്കുന്നെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല. ഇത് ശല്യപ്പെടുത്താൻ പറ്റില്ല. ശാന്തായിട്ടിരിക്കുക. പറഞ്ഞല്ലോ പറയട്ടെ, അദ്ദേഹം പറയട്ടെ. എന്തിനാണ്? എന്റെ പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്റെ പാർട്ടി, എന്റെ മുന്നണിയാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടാണ്. അങ്ങ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ കക്ഷിയും വാക്കൗട്ട് നടത്തുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിലെ ടാക്സ് ഫിക്സേഷൻ, PMC, കടവും കടപ്പാടും പ്രാരാബ്ദങ്ങളും അങ്ങനെ ഒന്നല്ല. പല വിഷയങ്ങളിൽ സഭാതലം രാവിലെ മുതലേ തന്നെ വൈകുന്നേരം വരെ ഒരേ ടെമ്പറിൽ വാക്പോറിന്റെ സാക്ഷ്യങ്ങൾ കണ്ടൊരു ദിവസമാണ്. അതൊരു CPM BJP ഡീൽ എന്ന പ്രചരണത്തിലൂന്നി അധികാരത്തിലേക്ക് എത്തിയവർക്ക് ആ MOU എന്താണെങ്കിലും, കേന്ദ്രത്തിന് ഏകപക്ഷീയ അധികാരമാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ അങ്ങ് ചെയ്യാവുന്നത് ചെയ്യ്, ഞങ്ങൾ ആ പരിപാടിക്കില്ല എന്ന രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ ആർജവം ഉണ്ടോ UDF എന്ന ചോദ്യം മുഴക്കത്തോടെ നിൽപ്പാണെങ്കിലും PMCയിലേക്ക് എത്തിയ ദുരൂഹ വ്യവഹാരങ്ങൾ, നാൾവഴികൾ, സമസ്താധികാരവും കേന്ദ്രത്തിനാണ്, ആ ധാരണാപത്രം പിന്മാറ്റമില്ലാത്തൊരു അടിവിലിൽ തലവക്കലാണ് എന്ന ഉത്തമ ബോധ്യത്തിലെ ഒപ്പിടൽ, അതിനു മുൻപും ശേഷമുള്ള കത്തിടപാടുകൾ, RSS വിഷപ്പാമ്പുകൾക്ക് കീഴടങ്ങിയ സതീശൻ സർക്കാർ എന്ന ആരോപണത്തിന് ആ വിഷസർപ്പങ്ങൾക്ക് ഒപ്പിട്ട് വിളക്ക് വെച്ചത് നിങ്ങളാണ് LDF എന്ന CMന്റെ മറുപടി സഭാതലം ഏറ്റുമുട്ടലിൽ തീപാറിയതാണ്. ആ വിഷയത്തിൽ മാത്രമല്ല, വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് സ്ലാഷിംഗിൽ ഒരു പിന്നോട്ട് പോക്ക് കൂടി കണ്ടു. ബന്ധു നിയമനത്തിലും പ്ലീഡർ നിയമനത്തിലും കണ്ട മലക്കമറി പോലെയല്ല, ഒരു പോളിസി വിഷയത്തിൽ സഭ കണ്ട ആദ്യ യൂട്ടേൺ. ആ തീരുമാനം UDFൽ ചർച്ച ചെയ്യുമെന്നും എല്ലാവരും പറഞ്ഞാൽ മാത്രം മുന്നോട്ടില്ലെങ്കിലില്ല എന്നത് ലക്ഷണമൊത്ത പിന്നോട്ട് പോക്കാണ്. ആകെ 4-3-7 ദിവസങ്ങൾ എണ്ണം പറഞ്ഞ അട്ടിമറികൾ. ആ പ്രചാരണ കാലത്ത് പറഞ്ഞതിലെ വാക്വൈരുദ്ധ്യങ്ങൾ, ധാർമ്മിക മനസാക്ഷി, VM സുധീരൻ, മുന്നണിയിലെ എതിർപ്പ് ഒക്കെ അങ്ങ് തട്ടിത്തെറിപ്പിച്ച് I am the state എന്ന് പറയാൻ എത്ര ശക്തനെങ്കിലും വീടിക്ക് കഴിയില്ല. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ മദ്യനയത്തിൽ തീരുമാനമായിട്ട് പോരെ? അതിവേഗതയിൽ അസമയത്തെ നികുതി ഉറപ്പിക്കൽ എന്തിനാ CMA? ജീവൽ പ്രാധാന്യമുള്ള ഫയലുകൾ ഏതോ ഇരുട്ടുമൂലകളിൽ പുണ്ണുപിടിച്ച് പൂതലിച്ച് നരച്ച് കുരച്ച് കിടക്കുമ്പോൾ ഈ അബ്കാരി ഫയലുകൾക്ക് ഒരു എല്ലാ കാലവും ഒരു മായക ശക്തിയുണ്ട്. അതിവേഗം ബഹുദൂരം രായ്ക്കുരാമാനം ഈ ബക്കാടി ഫയൽ പോയി മിന്നൽ വേഗം. MP രാജേഷ് പറയുന്നുണ്ട്, ഈ പോയ ഇലക്ഷൻ തൊട്ട് മുമ്പ് അതേ രാജേഷിന്റെ കാലത്ത് മറ്റൊരു ഫയൽ കുതിരപ്പുറത്തേറി ആഞ്ഞുപാഞ്ഞത് കേരളം കണ്ടു വന്ന അജണ്ട ബാറുകളുടെ സമയം നീട്ടിക്കൊടുക്കലാണ്. ഏതോ പഴത്തിന്റെ പേരും പറഞ്ഞ് വീര്യം കുറഞ്ഞ മദ്യം എന്ന ക്ലാസിഫിക്കേഷൻ, അടഞ്ഞുകിടന്ന ബാറുകൾ 3000% വർധനയിൽ കൂട്ടത്തോടെ തുറക്കൽ, 600 കോടി ആസ്തിക്കാരൻ കോർപ്പറേറ്റ് മുതലാളിക്ക് വേണ്ടി അഹല്യയിൽ പോയി മഴക്കുഴി എണ്ണി അസംബന്ധം, അലമാരയിൽ തപ്പേൽ ഇനിയും കിട്ടും ആൽക്കഹോൾ നാർന്ന അസ്ഥികൂടങ്ങൾ 1000. അയ്യോ, കേരളത്തെ മദ്യത്തിൽ മുക്കുന്നേ, കുട്ടികൾ കുടിക്കുന്നേ, കൂമ്പ് വാടുന്നേ എന്ന ആത്മാർത്ഥതയില്ലാത്ത വ്യാജവർത്താനങ്ങൾ പറയാൻ ആർക്കാണ് ധാർമ്മിക അവകാശം, രാഷ്ട്രീയ ആർജവം? ആ കള്ളിന്റെ കാര്യത്തിൽ കള്ളുനാറുന്ന ഖജാനക്കോടികളുടെ ആഞ്ഞുവരവിൽ ആരുവാരുമില്ല സാറേ. ഗാന്ധി ആത്മാക്കൾ, പുണ്യാളന്മാർ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അടുക്കൽ വസന്ത് സിറിയക്ക്, ഡോക്ടർ PK ഗോപൻ, ശ്രീ P ശ്യാമരാജ് എന്നിവർ ചർച്ചയിൽ. ശ്രീ വസന്ത് സിറിയക്ക്, അളിയനെ ഓഫീസിൽ കയറ്റാനുള്ള തീരുമാനം തെറ്റാണെന്നറിയാം, എന്നിട്ടും ചെയ്തു U-ടേൺ. പ്ലീഡർ നിയമനം തെറ്റാണെന്നറിയാം, എന്നിട്ടും ചെയ്തു, വിവാദം U-ടേൺ. ഈ തീരുമാനം പ്രചാരണ കാലത്ത് നിങ്ങൾ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണെന്ന് നിങ്ങൾക്കതിനറിയാം അല്ലേ? എന്നിട്ടും വിവാദം ഉണ്ടായി തിരുത്ത്. ആകെ 36 ദിവസത്തിൽ ഇത്രയധികം സമ്മർ സോൾട്ടിങ് കണ്ടൊരു മറ്റൊരു സർക്കാർ കാലം ഉണ്ടോ ശ്രീ വസന്ത്? അല്ല, തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തപ്പെടുകയും അത് തിരുത്താനുള്ള ആർജവവും സ്പേസും അങ്ങനെ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ അത് വിളിച്ചു പറയാനുള്ള രംഗവും ഒക്കെ ഉള്ളത് ജനാധിപത്യത്തിൽ നല്ലതല്ലേ ഹാഷ്മി? CPMൽ ഇത് നടന്നിട്ടില്ലല്ലോ ഇന്ന് വരെ. അതുകൊണ്ടാണ് ഇതൊരു പുതിയ കാര്യമായി അങ്ങേക്ക് തോന്നുന്നത്. ഇനി മദ്യനയവുമായി ബന്ധപ്പെട്ട് ഈ ചർച്ച തുടങ്ങിയിട്ട് ഏതാണ്ട് 4 ദിവസമായി. ആ 4ാമത്തെ ദിവസത്തിൻ്റെ ആദ്യ ദിവസം തൊട്ടേ ഞാൻ പറയുന്നുണ്ട്, ഇത് ടാക്സ് ഇംപ്ലിമെൻറ്റേഷൻ മാത്രമാണ് നടത്തിയത്. അതുതന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞതും. അതൊരു ടെക്നിക്കൽ, ഒരു ടാക്സ് വകുപ്പിൻ്റെ അല്ലെങ്കിൽ നിയമവകുപ്പിൻ്റെ സാമ്പത്തിക വകുപ്പിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യം മാത്രമാണ്. എന്താണ്, കഴിഞ്ഞ സർക്കാർ ഒരു കാറ്റഗറൈസേഷൻ നടത്തുന്നു. ആ കാറ്റഗറൈസേഷൻ നടത്തി വീര്യം കുറഞ്ഞ മദ്യം എന്നൊരു സംവിധാനം ഉണ്ടാക്കുന്നു. ആ സംവിധാനത്തിൽ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബിയറും വൈനും മാത്രമാണ്. ബിയറിന് 80%, വൈനിന് 110% ടാക്സ്. അങ്ങനെ നോക്കുമ്പോൾ ആ കാറ്റഗറിയിൽ ഇപ്പോൾ ടാക്സ് ഏർപ്പെടുത്തി, ടാക്സ് കുറച്ചു എന്ന വാദം അംഗീകരിക്കാൻ പറ്റില്ല, ടാക്സ് ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. ആ ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ കാറ്റഗറിയിലെ ഏറ്റവും ഉയർന്ന സ്ലാബിൽ തന്നെയാണ്. അപ്പോൾ കുറച്ചു എന്ന വാദവും കുറച്ചു എന്ന പുറംപൂച്ചും ആ പേരിലുള്ള രാഷ്ട്രീയ ഗിമ്മിക്കും ശരിയാണ്. നിങ്ങളുടെ ഹണിമൂൺ പീരീഡ് ആണ് ഇപ്പോഴും, 1 മാസക്കാലം കഴിയുന്നേ ഉള്ളൂ. പക്ഷേ ഹണിമൂൺ പീരീഡിന് ഏതാനും മാസങ്ങൾക്ക് മാത്രം മുമ്പ് ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ ഒരു പ്ലാൻ നടക്കുന്നുണ്ട്. ആ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് അഴിമതിക്ക് വേണ്ടിയുള്ള പ്ലാനാണ്. അത് കാശ് വാങ്ങി സർക്കാർ ഖജാനയിലേക്ക് വരേണ്ട പണം ഏതോ ഡിസ്റ്റിലറിയെ കൊടുത്തിട്ട് അത് LDFന് ഇലക്ഷൻ ഫണ്ട് കുമ്പാരം കൂട്ടാനുള്ള നീക്കമാണ്, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അതിൽ പിന്മാറണേ എന്ന് പറഞ്ഞ ആളുടെ പേര് VD സതീശൻ എന്നാണ്.
ഏതാനും മാസങ്ങൾ ഇപ്പോൾ അതേ തീരുമാനം നടപ്പാക്കി. ശരി, നിങ്ങളത് പിൻവലിക്കൽ നല്ല കാര്യം, ഈ പറയുന്ന പോലെ ഒരു തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടി പിൻവലിക്കൽ നല്ല കാര്യമാണല്ലോ. പക്ഷേ തിരുത്താൻ വേണ്ടി തെറ്റ് ചെയ്യണോ? അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ചർച്ചകളിലും വായിച്ചു, വേണം ഇതിലും വായിക്കാം. ഗവൺമെന്റ് ഓർഡർ 2022 പ്രകാരമാണ് ഈ പറയുന്ന ഈ വീര്യം കുറഞ്ഞ മദ്യങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കാനും അത് നിർമ്മിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വെളിയിലുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരുവാനുമുള്ള തീരുമാനം അന്നത്തെ LDF ഗവൺമെന്റ് എടുക്കുന്നത്. അതുപോലൊരു ഗവൺമെന്റ് ഓർഡറിലൂടെ പുറത്തു വരേണ്ടതാണ് സർക്കാരിന്റെ മദ്യനയം. കഴിഞ്ഞ സർക്കാരിന്റെ മദ്യനയം മുമ്പോട്ട് കൊണ്ടുപോകാനല്ലോ UDF സർക്കാർ വരുന്നത്. അങ്ങയുടെ ചോദ്യം ഞാൻ അംഗീകരിക്കുകയാണ്. അപ്പോൾ ഒരു ടാക്സ് ഇംപ്ലിമെന്റേഷൻ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സർക്കാരിന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസമല്ല, ഞാൻ പറഞ്ഞ കഴിഞ്ഞ ചർച്ചയിൽ ശ്രീ PK ഗോപൻ ചോദിച്ച ചോദ്യമുണ്ട്. അതായത് ഡെലിവറി വാർഡ് എന്ന് എഴുതിയിട്ട് താഴെ ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം എന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഘടന സ്ലാബ് ഉണ്ടാക്കിയിട്ട് അത് മദ്യനയമല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റുക? അത് പ്രശ്നമായപ്പോഴാണല്ലോ അത് മദ്യനയമാവുകയും മദ്യനയം തീരുമാനിച്ചിട്ട് UDF ആലോചിച്ച് ഞങ്ങൾ തീരുമാനിക്കാം എന്ന് യൂട്ടേൺ ഉണ്ടാകുന്ന ശ്രീ വസന്ത്. കാര്യം എല്ലാവർക്കും മനസ്സിലാവില്ലേ? അല്ല, ഇൻഷുറൻസ് എടുത്തെന്നും പറഞ്ഞ് അപകടം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അതാണ് ഈ കാര്യത്തിൽ തിരിച്ചുള്ള ഉത്തരം. അത് അദ്ദേഹത്തിന് മനസ്സിലാവുമെങ്കിൽ മനസ്സിലാവട്ടെ. ഞാൻ പറയുന്നത് മദ്യനയം അതാണ്. സർക്കാർ ഏത് മദ്യം വിൽക്കണം, എവിടെ വിൽക്കണം, എത്ര കണക്കിന് വിൽക്കണം, ഏതൊക്കെ ഇപ്പം വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണമോ വേണ്ടയോ, അതുമാത്രമല്ല വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ ഉൾപ്പെടും, അത് ഏതൊക്കെ ഔട്ട്ലെറ്റുകളിലൂടെ വിൽക്കാം, ആർക്കൊക്കെ അത് അവൈലബിൾ ആക്കാം എന്നുള്ളതെല്ലാം തീരുമാനിക്കേണ്ടത് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച GO ആയി പുറത്തു വരേണ്ട, ഗവൺമെന്റ് ഓർഡറായി പുറത്തു വരേണ്ട സർക്കാരിൻ്റെ മദ്യനയമാണ്. അതിൽ എക്സൈസ് വകുപ്പിനും സാമ്പത്തിക വകുപ്പിനും സംയുക്തമായ ഒരു GO ആണ് പുറത്തു വരാനുള്ളത്. അതായത് സർക്കാരിന്റെ അബ്കാരി നയം. ആ അബ്കാരി നയത്തിലാണ് ഈ തീരുമാനം ഉണ്ടാകുക. അത് എല്ലാ തീരുമാനം ഉണ്ടായിട്ട് പോരെ സാറേ? ഇല്ലാത്ത കുഞ്ഞിന് പേരിടേണ്ട കാര്യമുണ്ടോ? കുഞ്ഞ് ജനിച്ചിട്ട് പേരിട്ടാ പോരെ? ഈ പറഞ്ഞ അബ്കാരി നയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നയമാണ്. ആ നയമായിട്ട് പോരെ ഈ പറയുന്ന രീതിയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് വെക്കണോ വേണ്ടോ തീരുമാനിക്കുക? അതല്ലാതെ നേരത്തെ അങ്ങ് പേരിട്ട് കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കണം നമ്മൾ ചെയ്യുക അല്ലല്ലോ വസന്ത്. അല്ല, അങ്ങനെയല്ലല്ലോ ശ്രീ ഹാഷ്മി. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ സർക്കാരിൻ്റെ അബ്കാരി നയം പുറത്തു വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം അബ്കാരി നയം ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പറയുകയും ചെയ്തു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് സർക്കാരിൻ്റെ അബ്കാരി നയം വരുന്നെങ്കിൽ അപ്പോൾ ടാക്സ് എപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും? ബഡ്ജറ്റിലൂടെയല്ലേ ഇത് പ്രഖ്യാപിക്കേണ്ടത്? സർക്കാരിൻ്റെ അബ്കാരി നയം അടുത്ത മാസം, മാക്സിമം പോയാൽ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം അത് പുറത്തു വരും. അത് പുറത്തു വരുമ്പോൾ വിൽക്കണം എന്നായിരുന്നു സർക്കാരിൻ്റെ അബ്കാരി നയം തീരുമാനിക്കുന്നതെങ്കിൽ ആ അബ്കാരി നയം തീരുമാനിക്കേണ്ടത് UDF-ലെ ഘടകകക്ഷികളുണ്ട്. അവർ ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്റ്റേക്ക് ഹോൾഡേഴ്സ്, മദ്യവിരുദ്ധ സമിതി അംഗങ്ങളുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങളുണ്ട്. ഇതെല്ലാം വിലക്കെടുത്തായിരിക്കും അത് രൂപീകരിക്കുക. പക്ഷെ അത് രൂപീകരിക്കുമ്പോൾ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെത് എന്ന കണക്കിന് തന്നെ എന്ന പോലെ തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാം എന്ന തീരുമാനത്തിലേക്കാണ് എത്തുന്നതെങ്കിൽ അപ്പോൾ എവിടെ ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യും? അല്ല, വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാം എന്ന തീരുമാനത്തിലേക്ക് മതിയാവുകയുള്ളൂ. ഈ പോയ സർക്കാർ കേരളത്തിൽ കള്ളൊഴുക്ക് നടത്തി, ഈ പറഞ്ഞ 28 ബാറുകൾ 800 ബാറുകളാക്കി ഉയർത്തി, 3000% വർധനവുണ്ടാക്കി, തീരുമാനങ്ങളിലൊക്കെ കള്ളൊഴുക്കുണ്ടാക്കി, അതിനൊക്കെ പശ്ചാത്തലമായ അഴിമതിയുണ്ട് എന്ന് വാദിച്ചുകൊണ്ടേ ഇരുന്നവരല്ലേ ശ്രീ വസന്ത് നിങ്ങൾ ഏതാനും മാസങ്ങൾ മാത്രം മുമ്പ്? അപ്പോൾ കള്ളൊഴുക്കാതെ കേരളത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? അപ്പോൾ എന്തിനാണ് സംശയം? വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാവോ ഇല്ലയോ എന്നുള്ള ആലോചന 100% നിങ്ങൾ രാഷ്ട്രീയമായി നിങ്ങളില്ല എന്നല്ല തീരുമാനിക്കേണ്ടത്. എല്ലാം പോയ സർക്കാരിന്റെ തീരുമാനങ്ങളുടെ ബാക്കി എന്നൊക്കെ സാങ്കേതികത എത്ര കാലം പറയാൻ പറ്റും? അല്ല, അത് പറഞ്ഞ് തടിതപ്പാൻ എനിക്ക് യാതൊരുവിധ ലക്ഷ്യവുമില്ല. ഈ വീര്യം കുറഞ്ഞ മദ്യം അത് എത്തരത്തിലാണ് അതിൻ്റെ സാമൂഹിക ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്നുള്ളതിനെ പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടൊരു സമിതി ഉണ്ടാവും, ഒരു സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി ഉണ്ടാവും. ആ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡിക്ക് ശേഷമായിരിക്കും സർക്കാർ ഒരു തീരുമാനം എടുക്കുക. ആ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി മുമ്പോട്ട് വെക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ, വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ അതിന് ടാക്സ് ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവേണ്ടത്. പ്രധാനപ്പെട്ട ചോദ്യം അല്ലല്ല ശ്രീ വസന്ത്, ഇതിലൊക്കെ രാഷ്ട്രീയം എന്നൊരു ഘടകമില്ലേ? PM ശ്രീ വിഷയം ഈ പറയുന്ന രീതിയിൽ ഇത് സാഫ്രണ്ട് അജണ്ടയാണ്, കേരളത്തെ കാവൽക്കരിക്കലാണ് ലക്ഷ്യം, CPM BJP പാലമാണ്, ആ പാലത്തിന്റെ ലക്ഷ്യം, ആ പാലത്തിന്റെ ഉത്തമ രേഖാപരമായ ദൃഷ്ടാന്തം നിൽക്കുന്നു PM ശ്രീ ആ ദുരൂഹത ഒപ്പിടൽ എന്ന് പറഞ്ഞ് CPM BJP ഡീൽ ആരോപിച്ച് നിങ്ങൾ ഇലക്ഷനിലേക്ക് പോകുന്നു. അത് കഴിയുമ്പോൾ വരുന്നു, അപ്പോൾ അതിന്റെ ഇമ്പാക്ട് പഠനം നടത്തണം, നിങ്ങൾ ഈ പറഞ്ഞ സമിതി ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞ കേരളത്തിൽ മുഴുവൻ മദ്യം ഒഴുക്കാൻ LDF എന്തോ പണികൾ ചെയ്യുന്ന മദ്യവർദ്ധന ഉടായ്പാണേ പറഞ്ഞ് ഇന്ന് നിങ്ങൾ പ്രചരണത്തിൽ പറയുന്നു, നിങ്ങൾ അതൊക്കെ തിരുത്തുമെന്ന് പറയുന്നു. ഇങ്ങോട്ട് വരുമ്പോഴേക്കും അക്കാര്യത്തിൽ സംശയം അവിടെ സമിതി ഉണ്ടാവുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിക്കുന്നു, അതിനുശേഷം അധികാരത്തിലേക്ക് വരുന്നു. വെള്ളാപ്പള്ളിക്കെതിരെ വരുന്ന ഒരു പരാതിയിൽ തീരുമാനമെടുക്കാതെ അങ്ങനെ നിൽക്കുന്നു. നയമൊന്നൊന്നും ഇല്ലേ ശ്രീ വസന്ത്? 3 കാര്യത്തിനും ഒറ്റ മിനിറ്റ് ഉത്തരം പറയാം, അങ്ങ് ഇടപെടരുത്. ഒന്ന്, അങ്ങ് പറയുന്നത് ഈ പറയുന്ന PM ശ്രീയാണ്. PM ശ്രീയിൽ നിന്ന് സെക്കൻഡ് പാർട്ടിയായ കേരള ഗവൺമെന്റിന്
ഇൻഡിവിജ്വലി ഒറ്റയ്ക്ക് പിന്മാറാൻ പറ്റുമെന്ന് ഏതെങ്കിലും ഒരു ക്ലോസ് ഇവരെ ഒപ്പിട്ട MOU ഉണ്ടെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഈ സമയം നിശബ്ദനാവാം, എനിക്കിനി അവസരമേ വേണ്ട. ശ്രീ ഗോപൻ അത് വായിച്ചു കേൾപ്പിക്കട്ടെ. അങ്ങനെ ഒരു ക്ലോസേ ഇല്ല. കേരള ഗവൺമെന്റിന് ഇൻഡിവിജ്വലി, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ അനുവാദമില്ലാതെ അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അപ്പൊ അങ്ങ് ചോദിക്കുന്നത് എന്തിനാണ് സമിതി എന്ന് ചോദിച്ചാൽ, ഇവർ ഈ പറയുന്ന കെപ്റ്റിൻ അബയൻസ് എന്നൊരു വാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകളിൽ എടുത്തു ഉപയോഗിക്കുന്നു. ഒന്നുമില്ല. ഇവിടെ UDF സർക്കാർ രാഷ്ട്രീയമായി പറയുകയാണ്, ഞങ്ങൾ ഈ പദ്ധതി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്ക് സൗകര്യമില്ല, നിങ്ങൾ നിയമവിരുദ്ധ ഫണ്ട് തടഞ്ഞാൽ ഞങ്ങൾ കോടതിയിൽ പോയി വാങ്ങാൻ ഞങ്ങൾക്കറിയാം എന്ന് പറയാൻ എന്താ പ്രശ്നം? അതിലൊരു MOU പ്രശ്നമല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിൽ നിന്ന് കേരളത്തെ പുറത്തേക്ക് എന്നാലും പറയോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ഞാൻ വായിക്കാം. അല്ല, അങ്ങൊന്ന് വെയിറ്റ് ചെയ്യൂ. ഈ പറയുന്ന അങ്ങനെ ഒരു വാദം ഞങ്ങൾ പറഞ്ഞു, ഒരു ലെറ്റർ കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. ആ ലെറ്ററിന്റെ വായിക്കാം. ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ സെയിം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഡിസൈഡഡ് ടു കീപ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് MOU in abeyance. Accordingly, I directed to inform that the government of Kerala will await until the submission of the report before taking further course of action with respect to implementation of MOU. ഏത് റിപ്പോർട്ടിനാ? അത് മന്ത്രിസഭ, അത് ഡോക്ടർ വാസുകിയുടെ അല്ലല്ല, നമുക്കത് ഗോവനോട് ചോദിക്കാം, CPനോട് ചോദിക്കാം. അങ്ങ് ഈ പറയുന്നതോ ഇന്ന് സഭയിൽ വായിച്ച MOUവോ എൻ ഷംസുദ്ദീൻ വായിച്ച കേന്ദ്രത്തിന് മാത്രമേ പിന്നോട്ട് പോകാൻ കഴിയൂ എന്നോ അതിലെ വ്യവസ്ഥയോ ഒന്നും രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ തടസ്സമല്ല ശ്രീ വസന്ത്. താങ്കൾക്ക് അറിയാവുന്നതല്ലേ അത്? ഞങ്ങൾ ഈ തീരുമാനത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല, കേന്ദ്രമേ നിങ്ങൾ ചെയ്യാവുന്നതൊന്നും ചെയ്യും എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്ത് ചെയ്യുമെന്നാണ് പേടി? ഒന്നും ചെയ്യാനില്ല വസന്ത്. അല്ല ശ്രീ ഹാഷ്മി, നമ്മൾ അതിൽ 99 കോടി രൂപ ആ ബഞ്ച് ഓഫ് പോളിസികളുടെ ഭാഗമായി, അതായത് PM ശ്രീ എന്ന് പറയുന്ന ഒരു ബഞ്ച് ഓഫ് പോളിസിയാണ്, പല പദ്ധതികളുടെ ഒരു കൂട്ടമാണ്. അതിന്റെ ഭാഗമായി നമ്മൾ 99 കോടി രൂപ ഇതിനോടകം തന്നെ കൈപ്പറ്റി കഴിഞ്ഞു. അതിൽ നിന്ന് പിന്മാറുന്ന പക്ഷം നമ്മൾ അത് മടക്കി നൽകേണ്ടതായി വരും. അതെങ്ങനെയാണ് എന്നുള്ളത് പഠിക്കേണ്ടി വരും. ഇല്ല, അത് PMCയുടെ ഭാഗമായിട്ടല്ല. അല്ലല്ല, ആ 99 കോടി ഒന്നാമത്തെ കാര്യം PMCയുടെ ഭാഗമായിട്ടല്ല. രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന രീതിയിൽ SSK ഫണ്ടിന്റെ ഭാഗമായി ഇപ്പോഴുള്ളതല്ല, നേരത്തെയുള്ള തടഞ്ഞു വെക്കപ്പെട്ട പണം തന്നതാണ്. നിയമപരമായി PM ശ്രീ MOU നിന്ന് പിന്മാറിയിൽ ഈ പണം വാങ്ങണമെന്ന് തിരിച്ചതാ എന്ന് പറയാൻ അവകാശം കേന്ദ്രത്തിലില്ല. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പറയും ഞങ്ങളുടെ കൂടെ നികുതി പിരിച്ച് കൊണ്ടുപോയ പൈസയാ, ഇത് ഞങ്ങളുടെ അവകാശമാണ്, തരാൻ സൗകര്യം നമ്മൾ പറയും. എന്താ കുഴപ്പം? എന്ത് ചെയ്യും കേന്ദ്രം? ഇതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്തതാണെന്ന് വസന്ത്. ഒരിക്കലല്ല, ആ MOU പൂർണ്ണമായി വായിക്കുമ്പോൾ മനസ്സിലാവും അതിൽ SSK ഫണ്ട് എന്ന് വളരെ കൃത്യമായി അവർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബെഞ്ച് ഓഫ് പോളിസികൾ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചത്. PM ശ്രീ എന്ന് പറയുന്നത് ഒന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തൊട്ട് ഈ SSK വരെ ഉള്ളതിന്റെ ഒരു ബെഞ്ച് ഓഫ് പോളിസികളുടെ ഇംപ്ലിമെന്റേഷൻ ആണ്. അങ്ങനൊന്നുമില്ല, മൊത്തം വായിച്ചാളാണ് ഞാനും. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? അങ്ങനൊന്നുമില്ല. ഈ പറയുന്ന SSKയുമായി അത് കൺവേർജൻസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയ പൈസ അതല്ല. നമുക്ക് കിട്ടിയ പൈസ ഇപ്പൊ ഇനി വരാനുള്ള SSK NEP ആകുമ്പോൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്തെ അല്ല, നമുക്ക് നേരത്തെയുള്ള പൈസയാ. അത് തടഞ്ഞു വെക്കപ്പെട്ട പൈസയാ. അത് ഈ MOUയോ ഈ SSKയോ ഒരു ബന്ധമില്ലാത്ത പൈസയാ. അങ്ങനെയാണ് ഒരു സംശയം ഞാൻ ഹാഷ്മിയോട് ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തിനാ പിണറായി വിജയനും കൂട്ടരും ഇപ്പൊ പറയുന്നത് ഞങ്ങൾ ആ SSK ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഒപ്പിട്ടതെന്ന്? അങ്ങനെ അവരുടെ വാദം അംഗീകരിച്ചാൽ ആ ഒപ്പിട്ടതുകൊണ്ടാണല്ലോ SSK ഫണ്ട് കിട്ടിയത്. അത് കേന്ദ്രത്തിന്റെ ഫെഡറൽ വിരുദ്ധ തീരുമാനം അല്ലല്ല, കേന്ദ്രത്തിന്റെ നിയമവിരുദ്ധ ഫെഡറൽ വിരുദ്ധ നയമാണത്. നിങ്ങൾ ഇത് ഒപ്പിട്ടാൽ തരൂ, അങ്ങനെ ഒപ്പിട്ടാൽ തരൂ തമിഴ്നാട്ടിനോട് പറഞ്ഞു. തമിഴ്നാട് എന്ത് ചെയ്തു? അത് തമിഴ്നാട് കോടതിയിലിട്ട് പോയി മേടിച്ചെടുത്തു. കോടതി പറഞ്ഞു ഇതോട് ഒരു ബന്ധം പൈസ കൊടുക്കാൻ പറഞ്ഞു. ഇതൊന്നും അറിയാത്തല്ലോ. അങ്ങനെയല്ലല്ലോ ശ്രീ ഹാഷ്മി. ഇപ്പൊ നിലവിൽ അവരൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഇത് രാജഭരണകാലത്ത് ഒപ്പിട്ടല്ലെന്ന് പറഞ്ഞ മുല്ലപ്പെരിയാറിൽ നിന്ന് പിന്മാറാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് സൈൻ ചെയ്ത ഒരു എഗ്രിമെന്റ് ആണ്. ഞങ്ങൾ വിഷയമല്ലാത്ത കാരണം അറിയാവുന്ന ഞാൻ കൂടുതൽ പറയുന്നത്. ഞങ്ങളിലേക്ക് എത്താം. PK ഗോപാലിലേക്ക് വരുന്നത് പിന്നെന്തുകൊണ്ടാണ് നമ്മൾ സുപ്രീം കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരുന്നത്? സുപ്രീം കോടതിയിൽ നമ്മൾ കയറി നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നമുക്ക് കയറി നടക്കാം, നമുക്ക് പറയാം, നമുക്ക് സുപ്രീം കോടതിയിൽ പറയാം. ഈ പറയുന്ന PM ശ്രീയുമായി തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ടുമായി ഇതിന് യാതൊരു ബന്ധമുള്ളതല്ല. ഈ കാണിക്കുന്ന ഫെഡറൽ വിരുദ്ധമാണ്, ഇത് നിയമവിരുദ്ധമാണ്, ഞങ്ങൾക്ക് ഈ പണം തരാൻ കോടതി ഉത്തരവാകണം എന്ന് കോടതിയോട് പറയാം. കോടതി അങ്ങനെ പറഞ്ഞു. ആരോട്? തമിഴ്നാടിനോട്. അല്ല ശ്രീ ഹാഷ്മി ആ കാര്യത്തിൽ 10 സെക്കൻഡേ അവസാനിപ്പിക്കാം, എന്നിട്ട് അടുത്ത ഗസ്റ്റിലേക്ക് അങ്ങ് പോക്കോ. ഗവൺമെന്റിന്റെ നിലപാട് ഇതാണ്. ഞങ്ങൾ വളരെ കൃത്യമായി PM ശ്രീയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് സംഘപരിവാർ വൽക്കരണമാണ്. അതിൽ ഫസ്റ്റ് NEP ആണ്. കരിക്കുലം തീരുമാനിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന അനാവശ്യ കൈകടത്തലാണ്. അത് അംഗീകരിക്കില്ല എന്ന് രാഷ്ട്രീയമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJP ഇതര മുഖ്യമന്ത്രിമാരെ ചേർത്തുകൊണ്ട് രാഷ്ട്രീയമായി മുമ്പോട്ടു. ആ രാഷ്ട്രീയ പ്രഖ്യാപനമൊക്കെ അന്ന് വീശും കൂട്ടി പറഞ്ഞു. അതല്ലാതെ
എന്താണ് RSSന്റെ കാവ്യ നയം നടപ്പാക്കാനാണ് PMC എന്നാരെങ്കിലും അത് ഞങ്ങൾ അംഗീകരിച്ചു എന്നാരെങ്കിലും ഇവിടെ പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ നമ്മുടെ വിഷയമല്ല, ഞാൻ അങ്ങനെ എത്താം. ഞാൻ PK കോമലിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് സഭയിൽ ഈ ചർച്ചയ്ക്ക് മറുപടിയായി പ്രതിപക്ഷ മുഖ്യമന്ത്രി VD സതീശൻ ഈ വിഷയത്തിൽ പറഞ്ഞൊന്ന് കേൾക്കാം. ലിക്കറിന് ടാക്സ് ഏർപ്പെടുത്തി ബർക്കാടി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. എന്തെല്ലാം ആരോപണമാണ്, എത്ര കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞുതരാം. ആരാ ബർക്കാടി കമ്പനിയായിട്ട് ആദ്യമായി സംസാരിച്ചത്? ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങിയെന്നാണെന്നറിയാമോ? 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 20. 6 മാസത്തിനകം ഇപ്പം എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയാണ്. ആദ്യത്തെ നോട്ടാണ്. ബർക്കാടി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും ഖണ്ഡികയിൽ പറഞ്ഞത് പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. 2018-19 അന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 210% ടാക്സ് ആയിരുന്നപ്പോൾ ഇവരുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന ടാക്സ് എത്രയെന്നറിയാം? 78%. 2022-23 ഇപ്പോൾ 251% വരെയുണ്ട് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്. അപ്പോൾ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിൻ്റെ ടാക്സ് എത്രയെന്നറിയോ? 115%, ബിയറിനേക്കാൾ താഴെ. അപ്പം ഞാൻ ചോദിക്കണത്, ജോണി വാക്കറിൻ്റെ നിന്നും ഷീവാ ശ്രീകളുടെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്തത്? ആണോ? അതാണ് ചോദ്യം. ഡോക്ടർ PK കോമൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് സർക്കാരിനോട് തന്നെയാണ്, പ്രതിപക്ഷത്തോടല്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ പോയ കാലത്ത് ചെയ്ത കാര്യങ്ങൾ എണ്ണി രേഖാപരമായി പറയുകയാണ് പ്രതിപക്ഷം ഉത്തരവാദിത്തോടെ മുഖ്യമന്ത്രി സഭയിൽ. ഈ പറയുന്ന വീര്യം കുറഞ്ഞ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യം എന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കുന്ന ഏതെങ്കിലും പഴം പിഴിഞ്ഞുണ്ടാക്കുന്ന ഹോർട്ടി വൈനോ ഹോർട്ടിന് വേണ്ടിയൊന്നും അല്ല, അത് ബക്കാടി കമ്പനിയുടെ അപേക്ഷയിൽ തന്നെയാണ് എന്ന് രേഖാമൂലം സമർത്ഥിക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾ തെളിച്ച വഴിയിൽ നികുതി കൂടി ചേർത്തു എന്നതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? CPK മറുപടി പറയണ്ടേ നിങ്ങളും? ശ്രീ ഹാഷ്മി, നിങ്ങൾക്ക് ഒക്കെ എത്തിക്കാവുന്ന ഒരു കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് LDFും UDFിനെയും സമീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും അതിനുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിലില്ല. ഇപ്പോൾ ശ്രീ വസന്ത് ഇവിടെ 3-4 ചർച്ചയിലായിട്ട് ഒരേ കാര്യം ആവർത്തിക്കുമ്പോൾ ചർച്ചയ്ക്ക് ശേഷമെങ്കിലും പോയി വസ്തുതകൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ വാദപ്രതിവാദത്തിന് ചാനൽ ചർച്ചയ്ക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള മനുഷ്യർ രാത്രി പോയി കിടന്നുറങ്ങുന്നത് തൊഴുത്തിലല്ല, അവരൊക്കെ വേറെ സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ബുദ്ധിയെയും ബോധത്തെയും അനുഭവമണ്ഡലത്തെയും ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ ശേഷിയുള്ളവർക്ക്, ഒരുപക്ഷെ മദ്യത്തിൻ്റെ ടാക്സിൽ അത്ര കൂടുതൽ ശ്രദ്ധിക്കാത്തവരോ PMCയുടെ ഉള്ളടരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തവരോ ഒക്കെ ചിലപ്പോൾ നിസ്സംഗരായിട്ട് നിന്നു വരാം. പക്ഷേ ആർക്കെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരെ നമ്മൾ പരിഹസിക്കരുത്. അത്ര എനിക്ക് ശ്രീ വസന്ത് ഉൾപ്പെടെയുള്ളവരോട് പറയാനുള്ളൂ. കാരണം ഞാൻ PMCയെ സംബന്ധിച്ച് തന്നെ ഒരു വാചകം പറയാം, ഇല്ലെങ്കിൽ പിന്നീട് ഒരുപക്ഷെ കാശ്മീർ എനിക്ക് സമയം തന്നില്ലെന്ന് വരും ഈ ചർച്ചയിടയിൽ. PMCയെ സംബന്ധിച്ച് നമ്മൾ ക്ലാരിറ്റി വരുത്തിയ കാര്യമാണ്. അതായത് PMC ഒപ്പിടുന്നതിൻ്റെ സാഹചര്യം LDF ഗവൺമെൻറ് വിശദീകരിച്ചു. ഞങ്ങൾക്ക് താല്പര്യമില്ല PMCയോട്. പക്ഷേ അതിൻ്റെ പേരിൽ സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ 1200-1300 കോടി രൂപയാണ് തടഞ്ഞു വെച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാരണവശാലും അവർ ഇതൊരു മുന്നുപാധിയായിട്ട് വെച്ചുകൂടാ. PMC 2020 കൊണ്ടുവന്നതാണ്. ആ 2020 കൊണ്ടുവന്ന PMCക്ക് 26,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് വകയിരുത്തിയത്. നമ്മുടെ ബ്ലോക്കുകളിൽ 2 സ്കൂൾ വെച്ച് ഏതാണ്ട് 300-ലധികം സ്കൂളുകൾ എടുക്കണം. അവർ പറയുന്ന പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം കേരളത്തിലെ PMC സ്കൂളുകൾക്കുണ്ട്, പശ്ചാത്തല സൗകര്യങ്ങൾ. പിന്നെ അവർ പറയുന്ന പാഠഭാഗങ്ങളാണ്. പാഠഭാഗങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം സ്റ്റേറ്റ് കരിക്കുലം കമ്മിറ്റിക്ക്. ഞാൻ ഒരിക്കൽ പറഞ്ഞത് ആവർത്തിക്കാം, ഞാൻ ആ സ്റ്റേറ്റ് കരിക്കുലം കമ്മിറ്റിയിലുള്ള ആളായിരുന്നു. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച NCERT പാഠപുസ്തകത്തിലെ 4 കാര്യങ്ങൾ: 1 മുഗൾ രാജവംശത്തിൻ്റെ ഭരണം, 2 ഗാന്ധിവധം, 3 ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചുള്ള പഠനം, 4 പരിണാമവാദം, എവല്യൂഷൻ തിയറി. ഈ 4ഉം കേന്ദ്ര NCERTയുടെ സിലബസിൽ പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് അവർ അതിനെക്കുറിച്ച് എടുത്തിരിക്കുന്ന നിലപാട്. കേരളത്തിലെ എല്ലാ സിലബസിലും ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പാഠഭാഗത്തിൽ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശം അംഗീകരിക്കില്ല. പശ്ചാത്തല സൗകര്യം നമുക്കുണ്ട്. ആകെ PMCക്ക് കിട്ടാൻ പോകുന്ന തുക അങ്ങേയറ്റം വന്നാൽ 200 കോടിക്ക് താഴെയാണ്. പക്ഷേ നമുക്ക് 1400 കോടി രൂപ SSKയുടെ കിട്ടാനുമുണ്ട്. അപ്പോൾ PMC ഒപ്പിട്ട് എന്നിവിടെ വസന്ത് പറയുമ്പോൾ പിന്നെ വളരെ ശക്തമായി തന്നെ ഹാഷ്മി ആ നിലപാട് സ്വീകരിക്കണ്ടേ.
എഗ്രിമെന്റ് അല്ല ഒപ്പിട്ടത്, MOU ആണ്. അതെന്താണെങ്കിലും MOU എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റോളം വിലപ്പെട്ട ഒന്നല്ല. ഇല്ലല്ല, വേണ്ടി MOU വന്നാൽ വളരെ വ്യക്തമായി പിന്മാറാം. എഴുതി വെച്ചേക്കാണ്. ഞാൻ വേണ്ടി വന്നാൽ ഇടപെടണമെന്ന് പറഞ്ഞതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ഇടപെടണമെന്ന് വെച്ചത് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ്. MOU-ൽ തന്നെ വളരെ പച്ചക്ക് എഴുതി വെച്ചേക്കാണ്. എന്താണ് ഇതിൽ പിന്മാറാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ. അത് ഏത് രീതിയിലാണ് 30 ദിവസം സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് നൽകി അത് ടെർമിനേറ്റ് ചെയ്യാം എന്ന് വളരെ ഭംഗിയായി MOU-ൽ എഴുതി വെച്ചത് വായിച്ച് നമ്മൾ ഒപ്പിട്ട് കൊടുത്തു അങ്ങോട്ട് CPK കോവൻ. പിന്നെ അത് വേണ്ടെന്ന് നോക്കുന്ന രാഷ്ട്രീയ തീരുമാനമാണ്. രേഖാപരമായി പറയുകയാണെങ്കിൽ രേഖാപരമായി പിടിച്ചേക്കും നിങ്ങൾ. അതെ, അല്ല, അത് MOU-യുടെ പുറത്ത് കേസിന് പോകാം ശ്രീ ഹാഷ്മി. അഗ്രിമെന്റിന്റെ പുറത്ത് പോയാൽ അത്ര എളുപ്പം നമുക്ക് അനുവദിച്ച് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പഞ്ചാബ് ഒപ്പിട്ടിട്ട് അത് പിൻവലിക്കാൻ കാരണമൊക്കെ അങ്ങനെ. അതൊക്കെ നമ്മൾ ഒരുപാട് പഠനം നടത്തിയതാ. അല്ല, പഞ്ചാബ് ഒപ്പിട്ട് പിൻവലിച്ചു. ഇല്ലല്ല, പഞ്ചാബ് ഒപ്പിട്ട് പിന്നെ എന്താ കേന്ദ്രം പറഞ്ഞു? ഞാൻ പറയണോ ഹാഷ്മി പറയുന്നു? ആരെങ്കിലും ഒരാൾ പറ. അല്ലല്ല, പഞ്ചാബിന്റെ അങ്ങ് പറഞ്ഞു ഒഴുക്കിൽ പോലെ ഒരാൾ പറഞ്ഞു തീർക്ക്. ഞാൻ പറഞ്ഞു തീർക്കാണ്. പഞ്ചാബ് പിന്മാറി. അല്ല, ഒഴുക്കി പോകണ്ട, നിങ്ങൾ എന്നെ കയറി പിടിക്കും. അല്ല, നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തുക, അതേ പറ്റൂ. പണങ്ങല്ലേ പഞ്ചാബ് ഞാൻ പറയണ്ടെന്ന് പറ. ഒഴുക്കി പോകണ്ട, അങ്ങനെ ഞാൻ അങ്ങ് ഒഴുക്കി പോകണ്ട, നിങ്ങൾ ഒഴുക്കി പൊക്കോളാം. നിങ്ങൾ ഇവിടെ ആമുഖ പ്രശ്നമൊക്കെ ചർച്ചയിലേക്ക് കടന്നില്ലല്ലോ. ഒരേ ഒരു തീർത്ത്. പഞ്ചാബ് ഞങ്ങൾ പിന്മാറുന്നു പറഞ്ഞു. കേന്ദ്രം പറഞ്ഞു അങ്ങനെ MOU പറഞ്ഞു പിന്മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പഞ്ചാബിനോട് പറഞ്ഞു എന്ത് പറയണമെന്ന്. സാറേ, അങ്ങ് പഞ്ചാബിനെ പറ്റി പറഞ്ഞു. പഞ്ചാബ് പിന്മാറി. കേന്ദ്രം പറഞ്ഞു പഞ്ചാബെ നിങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല. കാരണം എന്താണ്? MOU പ്രകാരം ഏകപക്ഷീയ പിന്മാറി ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. കേന്ദ്രം പറഞ്ഞു ബാറ്റ് ഇന്നായി PMCയുടെ പഞ്ചാബ്. അല്ല, അത് ഞാൻ അതിന്റെ രാഷ്ട്രീയ വശത്തിലേക്ക് വരട്ടെ ഹാഷ്മി. സാങ്കേതിക വശം മാത്രമല്ലേ നിങ്ങൾ പറയുന്നേ, അതിന്റെ പൊളിറ്റിക്കൽ സൈഡ് വരട്ടെ. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന പണം നിങ്ങളോ ഞങ്ങളോ, അപ്പം നമ്മളെന്ന് പറയാം, നമ്മൾ കേന്ദ്ര സഹായം ചോദിക്കുന്നതേ ഇല്ല. നമുക്ക് ഒരു കേന്ദ്ര സഹായവും വേണ്ട. ഞാൻ തീർത്ത് പറയുകയാണ്. അത് UDF LDF കേന്ദ്ര സഹായം വേണ്ട. പിന്നെന്താ വേണ്ടുന്നത്? കേന്ദ്ര വിഹിതമാണ്. ഇത് രണ്ടും രണ്ടാണ്. സഹായിക്കേണ്ട അവർ നമ്മളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ടു പോകുന്ന GST-യുടെ 50% ഇൻകം ടാക്സ്, ഈ പണത്തിൽ നിന്നും സംസ്ഥാനത്തിന് തരേണ്ട പണം തരുന്ന കാര്യമായി പറഞ്ഞേ. അപ്പോൾ അവിടെ കേന്ദ്ര സ്കീം ഏർപ്പെടുത്തും അതിനകത്ത്. ആ കേന്ദ്ര സ്കീമും സ്റ്റേറ്റുകളിൽ നിന്ന് പിരിക്കുന്ന ടാക്സ് ആണല്ലോ. 60% കേന്ദ്ര വിഹിതം, 40% സ്റ്റേറ്റിന്റെ വിഹിതം. 60% SSKയുടെ ഫണ്ട് അവർ തരുന്നില്ല. 60% UGC ശമ്പളം തരുന്നില്ല. 60% നാഷണൽ ഹെൽത്ത് മിഷന്റെ ശമ്പളം തരുന്നില്ല. 60% കേന്ദ്ര വിഹിതം തരേണ്ടതും ഇവിടുത്തെ ടാക്സ് ഷെയർ അനുസരിച്ച് തരേണ്ടത് അവർ തരുന്നില്ല. അപ്പോൾ അവർ ഉപാധി വെക്കുകയാണ്, ഞങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങൾ നടപ്പിലാക്കിയാലേ ഞങ്ങൾ SSK തരൂ. ആ ഒരു ഘട്ടത്തിൽ നമുക്ക് SSKയുടെ 1200 കോടി രൂപ കിട്ടണം. PMC-യിൽ അവർ വെക്കുന്ന കണ്ടീഷൻ ഇവിടെ നമുക്ക് ബാധകമല്ല. ഞാൻ പറഞ്ഞല്ലോ അത്. അപ്പോൾ PMC-ക്കകത്ത് അവർ എന്തെല്ലാം ഇൻസിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാലും നമുക്കത് പ്രശ്നമല്ല. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അത് ഇടതുപക്ഷത്തിനകത്ത് തർക്കം വന്നു, പിന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കി. കേരളത്തിലെ UDF മൈനോറിറ്റിയെ, ഞാൻ അടിവരയിട്ട് പറയുന്നു, മതന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്തിനെതിരായിട്ട് തിരിക്കാൻ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധമാണ് PMC. ഒരു കാര്യം കൂടി ഞാൻ അതിൽ കൂട്ടിച്ചേർക്കാം. PMC ഒപ്പിട്ടതിന് ശേഷമാണല്ലോ ഇത് അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞത്. PMC ഒപ്പിടുന്നതിന് മുമ്പ് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ അറബിക്കടൽ കടവുമെന്ന്. PMC ഒപ്പിട്ടതിന് ശേഷമാണല്ലോ ഇത് ചവിറ്റുകൊട്ടെ കളയുമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ PMC ഒപ്പിട്ട് ഇത് ചവിറ്റുകൊട്ടെ ഞാൻ വസന്ത് പറഞ്ഞപ്പോൾ മദ്യത്തിലേക്ക് വരാം. മദ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വസന്ത് പറഞ്ഞാൽ അതൊരു പ്രശ്നമുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് എന്താ? ബഡ്ജറ്റ്, ഈ ടാക്സ് ഘടന സ്ട്രക്ചർ കൊണ്ടുവന്നല്ലോ. ടാക്സ് നിർദ്ദേശം ബഡ്ജറ്റിനകത്ത് വെക്കുന്നു. ഹാഷ്മി ചോദിക്കണ്ടേ, ബഡ്ജറ്റ് പാസ്സായാലോ? ബഡ്ജറ്റ് പാസ്സായാൽ ഈ ടാക്സ് സ്ട്രക്ചർ പാസ്സായി അല്ലേ, നികുതി ഘടന പാസ്സായി. അപ്പോൾ ഈ നികുതിയിൽ താല്പര്യമുള്ളവർ കോടതി പോയാൽ എന്ത് ചെയ്യും? ബഡ്ജറ്റ് പാസ്സാക്കിയതിനെതിരായിട്ട് പിന്നെ ഗവൺമെൻറ്റിന് എങ്ങനെ വാദിക്കാൻ പറ്റും? അപ്പോൾ പോളിസി ഞങ്ങൾ വേറെ എടുക്കുക. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉദാഹരണം പറഞ്ഞ് അങ്ങ് ഉദ്ധരിക്കുകയും ചെയ്തത്. പോളിസി വേറെയാണ്, ഇപ്പോഴത്തെ ബജറ്റിൽ നിർദ്ദേശം വേറെയാണ് എന്ന് പറ്റില്ല. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു സർക്കാരിൻ്റെ വിഷൻ്റെ ഭാഗമാണ് ബഡ്ജറ്റ്. ഒരു ഗവൺമെൻറ്റിൻ്റെ വിഷനാണ് ബഡ്ജറ്റിലൂടെ വെക്കുന്നത്. LDF ഒരു ബജറ്റ് വെച്ചാൽ LDF-ൻ്റെ വിഷനാണ്. BJP കേന്ദ്രത്തിൽ ഒരു ബജറ്റ് വെക്കുമ്പോൾ അവരുടെ വിഷനാണ് അവർ അവതരിപ്പിക്കുന്നത്. കാരണം ഏത് ജനവിഭാഗത്തിനാണ് പ്രൊട്ടക്ഷൻ, ഏത് ജനവിഭാഗത്തിൽ നിന്നാണ് പിഴിഞ്ഞെടുക്കേണ്ടത്, ഏത് ജനവിഭാഗത്തെയാണ് സഹായിക്കേണ്ടത് എന്നുള്ള കാഴ്ചപ്പാട് കൂടിയാണ്. വെറും കണക്കവതരണമല്ലല്ലോ ബഡ്ജറ്റ്. ഇത്ര വരവ്, ഇത്ര ചെലവ്, ഇത്ര കമ്മി എന്നുള്ളതല്ലല്ലോ ബഡ്ജറ്റ്. ഇത്ര നികുതി, അങ്ങനല്ല ബഡ്ജറ്റ്. ബഡ്ജറ്റ് ഒരു വിഷൻ കൂടിയാണ്. അപ്പോൾ ആ വിഷനകത്ത് വന്നിരിക്കുന്നത് എന്താ? മദ്യത്തെ സംബന്ധിച്ച് ടാക്സ് കുറയ്ക്കുന്ന. ഇനി ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് എന്താ? ഇവിടെ VD സതീശ്, ഞാൻ വസന്തിലേക്ക് വരുന്നില്ല, VD സതീശൻ പറഞ്ഞ ഒരു അപകടകരമായ കാര്യം പറയാം. LDF-ൻ്റെ കാലത്ത് ടാക്സ് കുറച്ചതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. LDF-ൻ്റെ കാലത്ത് ടാക്സ് കുറച്ച സംഭവത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചോ? അത് വിശദീകരിക്കില്ല. എന്താ കാര്യം? എന്താ? LDF എടുത്തൊരു നിലപാടും
നിലപാട് വിദേശ നിർമ്മിത വിദേശ മദ്യം അത് കേരളത്തിൽ സ്വകാര്യ കമ്പനികൾ ഇറക്കി വിൽക്കുന്നു. LDF എടുത്ത നിലപാടെന്താ? അത് ഇറക്കുമതി ചെയ്യുന്നത് ഇനി ബെബ്കോ വഴി വിറ്റാൽ മതി. ബെബ്കോ വഴി വിൽക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ? ടാക്സിൻ്റെ അളവ് 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ്. അതായത് 150% കസ്റ്റംസ് ഡ്യൂട്ടി, 210% നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന ടാക്സ്, അപ്പം 360% ആകും. അത് മദ്യനിരോധനത്തിന് തുല്യമാണ്. അത് ഇറക്കി വിൽക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അതിനകത്ത് ആ ടാക്സിൻ്റെ അളവിൽ കുറവ് വരുത്തി. 210 എന്നുള്ളത് നമ്മൾ കുറവ് വരുത്തി 78% ആക്കി. സമം 220. പറയുന്നത് കേൾക്കൂ അഷ്മി, ഞാൻ പറഞ്ഞു തീർത്തിട്ട് ആ കണക്കല്ലേ, അതുകൊണ്ട് തെറ്റിപ്പോകും. അതായത് 150 കസ്റ്റംസ് ഡ്യൂട്ടിയും 210 എന്നുള്ള 78 ചേരുമ്പോൾ 150 പ്ലസ് 228%. നേരത്തെ ഉണ്ടായിരുന്ന ടാക്സ് എത്ര? 210%. അതിൽ നിന്ന് എത്ര വർദ്ധിച്ചു? 18% വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇനി രണ്ടാമത്തെ കണക്ക്, അതിൽ ഡോക്ടർ തോമസ് ഐസക് ഇൻസിസ്റ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മദ്യം ഇറക്കുമതി ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇവർക്ക് വില കുറച്ച് കാണിക്കാം. അതുകൊണ്ട് അദ്ദേഹം ചെയ്തത് 9 ലിറ്ററിൻ്റെ ഒരു കേസിന് മിനിമം 6000 രൂപ നിശ്ചയിച്ചു. അപ്പോൾ ഇവർക്ക് ബില്ലിൽ കൃത്രിമം കാണിക്കാൻ പറ്റത്തില്ല. അതുകൂടാതെ ആൽക്കഹോളിക് കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 87% കൂടെ കൂട്ടി. അതിൻ്റെ ഭാഗമായിട്ട് മാത്രം 86 കോടി രൂപ അധികം വരും. എന്ന് പറഞ്ഞാൽ വിദേശ നിർമ്മിത വിദേശ മദ്യം പൊതുമേഖലാ സ്ഥാപനം വഴി വിൽക്കുകയും ടാക്സിൻ്റെ അളവ് സർക്കാരിലേക്ക് കൂടുതൽ വരുത്തുകയും ചെയ്ത ഒരു നിലപാടാണ് LDF സ്വീകരിച്ചത്. അതുകൊണ്ട് VD സതീശൻ ആ പശ്ചാത്തലം കൂടി പറഞ്ഞാൽ ഇത് പൊളിഞ്ഞ് പാളീസായി പോകുന്ന കാര്യമാണ്. ഇനി എന്താണ്? പിന്നെ മദ്യവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ കുറിച്ചാണ്. അവിടെ നേരത്തെ പിന്നെ LDF ഗവൺമെൻറ്റിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ. ശരി ഹാഷ്മി, ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ ചോദിച്ചതിൽ നിന്ന് അല്പം കൂടി കടത്തി ചോദിക്കുക. ഇവിടെ MV ഗോവിന്ദൻ മാഷെ അങ്ങ് ഉദ്ധരിച്ചു. അദ്ദേഹം എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. MB രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. PK ഗുരുദാസൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. ശിവദാസ മേനോൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. ഇല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാ. ആരുടെ പേരിലാ മദ്യവുമായി ബന്ധപ്പെട്ട ആരോപണം വന്നേ? നിർണായകമായ ഒരു വകുപ്പായ മദ്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പേരിൽ അഴിമതി ആരോപണം 10 വർഷമായിട്ട് ഒരു വകുപ്പിനെ സംബന്ധിച്ച് സഭയ്ക്ക് പുറത്ത് പ്രസംഗിക്കും. പക്ഷെ സഭയ്ക്കകത്ത് വ്യവസ്ഥ എലപ്പുള്ളിയിൽ ഒയാസിസ് കമ്പനിക്ക് മന്ത്രി MB രാജേഷ് മഴക്കുഴി ഉണ്ടെങ്കിൽ ശരിയാണ്, തെറ്റായി പോയി. പക്ഷെ അത് അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല. ഓക്കെ ഞാൻ ശരി നിയമസഭാ രേഖകൾ ഞാൻ ഇല്ലല്ലേ ഇല്ല MB രാജേഷ് എലപ്പുള്ളിയിൽ പോയി ഈ പറയുന്ന ഒയാസിന് വേണ്ടി മഴക്കുഴി ഉണ്ട് ശരി. പക്ഷെ അതുകൊണ്ട് അഴിമതി ആരോപണം വന്നിട്ടില്ല. വിട്ടേക്ക് ശരി ശ്യാമരാജ് ഇവിടെ ഓക്കെ ശരി ഓക്കെ ശ്രീ ശ്യാമരാജ് ഇവിടെ ഉത്തർപ്രദേശ് എന്താണ് ഉത്തർപ്രദേശിൽ നിന്ന് ഈ പറയുന്ന കിട്ടുന്ന റവന്യൂ വരുമാനം എത്രയാണ്? 60,000 കോടി, അല്ല 50,000 to 51,000 കോടി. മഹാരാഷ്ട്രയിൽ ലിക്കർ റവന്യൂ 30,000 to 37,000 കോടി. മധ്യപ്രദേശ് 9,000 to 10,000 കോടി. ഹരിയാനയിൽ 12,000 കോടി. രാജസ്ഥാനിൽ 10 മുതൽ 11,000 കോടി. അതുകൊണ്ട് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഖജാന ഈ കള്ളിൻ്റെ മണമുള്ള പണം കൊണ്ട് ആഞ്ഞു നിറയാണ്. അതുകൊണ്ട് ധാർമ്മികമായി നിങ്ങൾക്കും ഈ കള്ളിനെതിരെ ഒരുപാട് സംസാരിക്കാൻ അവകാശമുണ്ടോ? ഹാഷ്മി, ഉത്തർപ്രദേശിൽ കള്ളിൻ്റെ മണമുള്ള കാശ് മാത്രമൊന്നും അല്ല ഉള്ളത്. അവിടെ അശോക് ലൈലാൻഡിൻ്റെ പുതിയ ഇലക്ട്രിക്കൽ മറ്റേ ബസ്സുകളും ടാറ്റയുടെ പുതിയ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെയും ഒക്കെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള വികസനം നടക്കുന്നിടത്ത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ കേരളത്തിലെ പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ കള്ളു കുടിച്ചു അതിന് ഞങ്ങൾ ടാക്സ് എടുത്തു എന്ന് BJP ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലും പറഞ്ഞിട്ടില്ല. അത് മാത്രവുമല്ല, ഗുജറാത്തും ബീഹാറൊക്കെ ഉൾപ്പെടെ മദ്യനിരോധനം നടപ്പിലാക്കിയുള്ള സംസ്ഥാനങ്ങളും ഭരിക്കുന്ന BJP ആണ്. ഇവിടെ കേരളത്തിലെ പ്രശ്നം എന്താണ് കാശ്മീർ? കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മറ്റേ സിനിമയിലൊക്കെയാണ് ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ കണ്ടിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോൾ വീഡിയോ വെച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് നടത്തിയിട്ട് പറയും നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്ന് പറയും. എന്നിട്ട് അതേ വശത്ത് തന്നെ ഇതേ സർക്കാർ തന്നെ വന്നിട്ട് പറയും നിങ്ങൾ ഇഷ്ടംപോലെ കള്ളു കുടിച്ചു എന്നിട്ട് അടിച്ച് തൂഫാൻ അയക്കുമെന്ന് പറയും. ഒരു വശത്ത് പറയും ഇവരെന്താണ് ഈ ഇത്ര ഡേർട്ടി ബിസിനസ് എന്ന് പറയും, എന്ത് മയക്കുമരുന്ന്
ഡേർട്ടി ബിസിനസ് എന്ന് പറയും, Narcotics. മറുവശത്ത് പറയും നിങ്ങൾ ഇഷ്ടംപോലെ കള്ളു കുടിച്ചു എന്ന് പറയും. നാർക്കോട്ടിക്സ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കലാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് മറ്റൊരു കാര്യവും ചെയ്യാതെ ഈ മദ്യത്തിന്റെ മേലെ മാത്രം കിടന്ന് ഉരുളുന്നതാണ് കാശ്മീർ ഇവിടുത്തെ പ്രശ്നം. ഇനി എനിക്ക് നിങ്ങൾ സമയം തരണം. ഇവിടെ ഈ മദ്യത്തിന്റെ കാര്യത്തിലോട്ട് പോയിന്റിലോട്ട് ഞാൻ വരാം. അതിന് മുമ്പ് ഇവിടെ ഈ ഒരു കാര്യം, ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചങ്കുറപ്പ് LDF ആണ് UDF ആയാലും കാണിക്കണം. അതല്ലാതെ വെറുതെ കീലേരി അച്ചു കാണിക്കുന്ന മാതിരി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് മറ്റേ ഈ വാളം പിടിച്ചിട്ട് കറങ്ങിയിട്ട് അവസാന വിഷയം മാറ്റരുത്. ഒന്ന് നോക്കൂ, PM ശ്രീ പദ്ധതിയിൽ ഇവർ ഒപ്പിട്ടതാണ്. ഇവിടെ എന്ത് MOU ആണെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള PM ശ്രീ പദ്ധതി നല്ല പദ്ധതിയാണ്, അതിൽ പുതിയൊരു സംവിധാനം പഠിക്കുന്നതിന് എന്താ കുഴപ്പമെന്ന് പറഞ്ഞ് ഇവരുടെ മന്ത്രിയല്ലേ, ഈ LDFന്റെ മന്ത്രിമാർ വന്നിട്ട് പറഞ്ഞല്ലേ അന്നൊന്നൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്നിട്ട് ആരും കാണാതെ പോയിട്ട് ഇവർ PM ശ്രീയിൽ ഒപ്പിട്ട് വന്നിട്ട് ഞങ്ങളെന്തോ RSSനെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു, ഞങ്ങൾ RSSനെതിരാണ് എന്നൊക്കെ പറയാൻ നാണമില്ലേ? മറുവശത്ത് ഈ BD സതീശൻ വന്നിട്ട് UDF സർക്കാർ ഒന്നും എന്താ കാണിക്കുന്നത്, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും, PM ശ്രീ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പറയാണ് ഞങ്ങൾ എതിർക്കുക. എന്തെതിർക്കാൻ? ഒരു അല്പത്തരം കാണിക്കുന്നതിൻ്റെ ഒരു പരിധിയൊക്കെ വേണ്ടി. ഇവിടെ നിന്നിട്ട് ഞങ്ങൾ സിലബസിൽ കൈയെടുത്താൽ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ നോൺ BJP നോൺ BJP മുഖ്യമന്ത്രി ഇവരോട് വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞങ്ങൾ നോൺ BJP മുഖ്യമന്ത്രിമാരെ കൊണ്ടുവന്നിട്ട് എന്തോ അങ്ങോട്ട് ചെയ്യാൻ പറ്റും. നോക്കൂ സാറേ, ഈ PM ശ്രീ പദ്ധതിയിൽ സിലബസ് തയ്യാറാക്കുന്ന അതാത് ബോർഡ് തന്നെയാണെന്ന്. കേരളത്തിൽ വരുന്ന 152 ബ്ലോക്കുകളിൽ വരുന്ന ഏകദേശം 304 സ്കൂളുകൾ PM ശ്രീ പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ സ്കൂളുകളിലെ സിലബസ് തയ്യാറാക്കേണ്ടത് സ്റ്റേറ്റ് തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് നിങ്ങളങ്ങോട്ട് ഡൽഹിയിലേക്ക് ഒരു ഫോൺ വിളിക്കേണ്ട ആവശ്യമൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടു, ഇവിടുത്തെ സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കട്ടെ, പഠിച്ചിട്ട് നല്ല സ്കൂളുകൾ പഠിക്കട്ടെ. ഇവർ പറയുന്നവർ ചുമ്മാ ഈ CPMന്റെ കളത്തിലും കൂടെ കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്ത് പിടിക്കരുത്. ഇവർ പറയുന്നത് കേരളത്തിൽ എത്രയോ സ്കൂളുകളുണ്ട്, ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ട എത്രയോ സ്കൂളുകളുണ്ട്. നിങ്ങൾ തന്നെ എത്രയോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, PTA പ്രസിഡന്റും ടീച്ചർമാരോടെ കൂട്ടിയിട്ട് പിരിവിട്ടിട്ട് സ്കൂളിൽ ഉച്ചക്കഞ്ഞി മേടിച്ചു കൊടുക്കുന്നുള്ളത്. ഇതൊക്കെ നടക്കുന്ന യാഥാർത്ഥ്യമല്ലേ? അപ്പം നമ്മുടെ സ്കൂളുകൾ ഡെവലപ്പ് ആകുന്നതിന് സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ കുഴപ്പമെന്താ? ഞാൻ മനസ്സിലാക്കിയെടുത്തവരുടെ SFIയുടെ ദേശീയ അധ്യക്ഷൻ പഠിക്കുന്നവരെ PM ശ്രീയും ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അപ്ലൈ ചെയ്തിട്ടുള്ള കോളേജിലാണ്. അപ്പോൾ ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, എല്ലാ ചർച്ചകളിലും LDFന്റെ ആളുകൾ വന്നിരുന്നിട്ട് പറയുന്നതാണ് എന്തോ കേന്ദ്ര സർക്കാർ ഇവിടുന്ന് പെറുക്കിക്കൊണ്ട് പോകുന്നു, ഞങ്ങളുടെ പണം. എൻ്റെ പൊന്നു സാറേ, ഇവിടെ UPA സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾ UPA പുറത്തുനിന്ന് കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോഴും ഈ സെൻട്രൽ ടാക്സ് ഡെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ രാജ്യത്തുണ്ടായിരുന്നു. അത് ഒന്നാം ഫിനാൻസ് കമ്മീഷൻ മുതൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടാക്സ് പിരിക്കുകയും അതിൽ നിന്നൊരു ഭാഗം കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുള്ളതാണ്. അതല്ലാതെ ഈ ഒരു ഞങ്ങൾ 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുവന്നൊന്നുമില്ല. അതുമാത്രമല്ല വലിയൊരു എമൗണ്ട്, ഞാൻ ആ എമൗണ്ടും കൂടെ പറഞ്ഞുതരാം, വിഷയം മാറിയാലും കൂടെ പ്രധാന നോക്ക്. 14ാം ധനകാര്യ കമ്മീഷൻ, അതായത് 2000 നമ്മുടെ രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണം വേണമെന്ന് നമ്മൾ കൂട്ടായി തീരുമാനമെടുത്തു. നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണം നമ്മൾ കൂട്ടായി തീരുമാനമെടുത്തു. കേരളം അത് അക്ഷരപ്രതി പാലിച്ചു. അക്ഷരപ്രതി പാലിച്ചു കഴിയുമ്പോഴേക്കും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ടാക്സ് കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ്? ബാക്കി ആരും കേട്ടില്ല, നമ്മൾ കേട്ടു. അങ്ങനെ നല്ലൊരു കാര്യം നമ്മൾ ചെയ്തതിന്റെ അടിസ്ഥാനം നമ്മൾ ശിക്ഷിക്കപ്പെടുക, അതെങ്ങനെയാണ് നീതിയാവുക? അതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിഷയമല്ല. അത് ഫിനാൻസ് കമ്മീഷന്റെ സ്കീമാണ്. ഇത്തവണ എങ്ങനെ കൂടിയത്? ഇത്തവണ എങ്ങനെയാണ് കൂടി? 2.3 വീണ്ടും പെർസെന്റേജ് വന്നത് എങ്ങനെയാണ്? ഇത്തവണ 16ാം ധനകാര്യ കമ്മീഷൻ വീണ്ടും നമുക്കുള്ള പെർസെന്റേജ് ടാക്സ് റെവല്യൂഷൻ കൂടിയിട്ടില്ലേ? ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ തോക്കിക്കയറി ഓടിവെക്കല്ലേ. ഇത് ഈ UDF LDF പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കേൾക്കല്ലേ. 14ാം ധനകാര്യ കമ്മീഷൻ 13ാം ധനകാര്യ കമ്മീഷൻ 2010-15 ആ സമയത്ത് 33,368 കോടിയാണ് കേന്ദ്രത്തിൽ നിന്ന് BJP നമുക്ക് കേരളത്തിന് കിട്ടിയിട്ടുള്ളൂ. 33,368 കോടി. അന്ന് ഈ കേരളത്തിൽ നിന്ന് മൊത്തം പിരിച്ചെടുക്കുന്ന ടാക്സിന്റെ എത്രയാണ്? 32% സംസ്ഥാനങ്ങൾക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൊടുത്തുകൊണ്ടിരുന്നത്. 14ാം ധനകാര്യ കമ്മീഷൻ വന്നു 15-20 32 എന്നുള്ളത് ഒറ്റയടിക്ക് 42%. എത്ര കോടിയാണ് വ്യത്യാസം വന്നിട്ടുള്ളത്? ആ 14ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ കേരളത്തിന് എത്ര കോടി കിട്ടുന്നല്ലോ? 82,000 കോടി എന്ന് പറഞ്ഞാൽ 48,632 കോടി രൂപയുടെ കൂടുതലാണ്. നമ്മുടെ വിഷയമല്ല, മാത്രമല്ല അത് കുറച്ചൊരു വിശാലമായ വിഷയമാണ്, വലിയ വിഷയമാണ്, നമുക്ക് അതിനുള്ള സമയമില്ല. നമ്മുടെ GST മൊത്തം പിരിച്ചോണ്ട് പോകുന്ന പൈസ തരുന്ന ശ്യാമേ, അതല്ലാതെ കേന്ദ്രം അവിടെ ഇങ്ങനെ അധികാര കസേരയിൽ നിന്നിട്ട് ഇന്നാ കുറച്ച് പണം പിടിച്ചോ എന്ന് പറഞ്ഞിരുന്നല്ല. നമ്മുടെ അവകാശം, ആര് പറഞ്ഞു? ഹാഷ്മി, നിങ്ങൾ അല്ലെന്നാരാ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ ഇല്ലാത്ത ശത്രുവിനെ ഉണ്ടാക്കുന്നത്? ഇവിടുന്ന് പിരിച്ചോണ്ട് പോകുന്ന പണത്തിന് ആനുപാതികമായി നമുക്ക് പൈസ തരുന്നില്ലെങ്കിൽ ടാക്സ് അങ്ങോട്ട് പിരിക്കണം ഞങ്ങൾ ആലോചിക്കുമെന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു നേതാവുണ്ട്, ഒരു മുഖ്യമന്ത്രി. ആർക്കെന്താ പേരറിയാം അങ്ങേക്ക്? നരേന്ദ്രമോദി, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, നമ്മുടെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോ. പറയട്ടെ ഹാഷ്മി, ഒന്നേ നിങ്ങൾ ഈ ചർച്ച അലമ്പാക്കാൻ വേണ്ടി നോക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം.
നിങ്ങൾ ഇവിടെ ഫിനാൻസ് കമ്മീഷനാണ് ഓരോ സ്റ്റേറ്റിനും എത്ര പണമാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. ആ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് 2014 നരേന്ദ്രമോദി കഴിഞ്ഞല്ലേ, ക്ലിയർ ചെയ്യട്ടെ, 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമുള്ളതല്ല, 1952 മുതലുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഫിനാൻസ് കമ്മീഷൻ പല പല മാനദണ്ഡങ്ങളനുസരിച്ച് സ്റ്റേറ്റിന് കൊടുക്കാനുള്ള പണം കൊടുക്കും. എന്നിട്ടും നിങ്ങൾ പറയുന്നത് പോലെ നരേന്ദ്രമോദി സർക്കാരാണ് ഈ കമ്മീഷനെയൊക്കെ നിയന്ത്രിക്കുന്നതെങ്കിൽ 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം 48,000 കോടി കേരളത്തിന് കൂടുതൽ കിട്ടിയെന്നേ. ഒന്നുകിൽ നിങ്ങൾ അംഗീകരിക്കേണ്ട ഫിനാൻസ് കമ്മീഷൻ ഇൻഡിപെൻഡന്റ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ കേരളത്തിന് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം ക്ലിയർ ആവും, ആരും പറഞ്ഞിട്ടില്ല നമുക്ക് അവകാശപ്പെട്ട പണമല്ല എന്ന്. അതാണ് പറഞ്ഞത്, ഇല്ലാത്ത ശത്രുവിനെ നിങ്ങൾ ഉണ്ടാക്കരുത്, നമുക്ക് അവകാശപ്പെട്ട പണം തന്നെയാണ് ഇതെന്നാ. ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ കൊടുത്തൊരു അഫിഡവിറ്റും കൂടി ഞാൻ വായിക്കാം. The funding data placed before the court shows variations over the years between approved amounts. അതായത് കേരളത്തിൽ നിന്ന് നമ്മുടെ SSKയും ഒക്കെ SSIയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ടിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുക്കാത്തത് കൊണ്ട് for 2024 to 25 no central funds were released due to ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ശ്യാംരാജ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. PMC ഒപ്പിടണമെന്ന് വാശി പിടിക്കുകയും അത് ഒപ്പിട്ടാൽ മാത്രമേ ഈ ഫണ്ട് തരൂ എന്ന് പരോക്ഷമായി പറയുകയും ഒപ്പിട്ടതിന് ശേഷം അതിന്റെ ആദ്യ ഗഡു വന്നത് പിന്നെ എങ്ങനെയാ? ഒപ്പിട്ട പിന്നാലെ അതിന്റെ ആദ്യ ഗഡു വന്നത് എങ്ങനെയാ? SSK ആദ്യ ഗഡു, SSKയുടെ ഗഡു വന്നു, SSKയുടെ ഗഡു വന്നു, അത് ഗഡുവിൽ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പി ശ്യാംരാജെ, അത് ഗഡുവിൽ പിടിച്ചു വെച്ചേക്കായിരുന്നു നിയമവിരുദ്ധമായിട്ട്. ഒപ്പിടിപ്പിച്ചു ആദ്യ ഗഡു വന്നു, ഞങ്ങൾ മരവിപ്പിക്കാന്ന് പറഞ്ഞു, പിന്നെ ഗഡു വന്നില്ല, പിന്നെ എടുത്ത് ഗഡുവിലാക്കി. നുണ പറയരുത്, അതാണ് ഞാൻ പറഞ്ഞത്. വായിച്ചു നോക്ക്. ഇതുപോലെ കുറെ പേപ്പർ തമിഴ്നാടിന്റെ കാര്യത്തിൽ കൊടുത്തു സുപ്രീം കോടതിയിൽ കേന്ദ്രം. ഇത് 24 പറയുന്ന പി ശ്യാംരാജ്, ഇതുപോലെ തമിഴ്നാടിന്റെ കാര്യത്തിൽ കൊടുത്തു കുറച്ച് കേന്ദ്ര കോടതി പറഞ്ഞു പൈസ കൊടുക്കാൻ പറഞ്ഞു, പൈസ കൊടുത്തു. അതുകൊണ്ട് ഒരു പേപ്പറിന്റെ കാര്യം മാത്രം പറഞ്ഞു സമയമില്ല. അതുകൊണ്ടാണ് അത് കോടതി പറഞ്ഞോണ്ട് അതിന്റെ പ്രശ്നം അതാ കോടതി പറഞ്ഞോണ്ടാ കൊടുത്തേ. അത് തന്നെ കോടതി പറഞ്ഞോണ്ടാ കൊടുത്തേ. അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലാന്നേ. അതായത് വേണ്ട വിവരങ്ങൾ കൊടുക്കാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റാതെ. ശരി ശ്രീ വസന്ത് സറിയൊക്കെ കാര്യം എല്ലാവർക്കും മനസ്സിലാവും. കാര്യം എന്താണ്? നമ്മുടെ പണമില്ല, നമുക്ക് പണം വേണം. ശരി, ഇനി ഫണ്ടില്ലാത്തതിന് ഈ പറയുന്ന വി ഡി സതീശൻ അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അദ്ദേഹം അദ്ദേഹത്തിന് പാഷനുള്ളൊരു മേഖലയാണ്. ഈ പറയുന്ന നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കും, അതിൻ്റെ വഴികൾ കൂടുതൽ സുതാര്യമാക്കും. ഈ പറയുന്ന തേനീച്ച പൂവിൽ നിന്നും തേൻ കുടിക്കുന്നവർ ആരും അറിയാതെ നികുതി എടുക്കും, അങ്ങനെ ഖജനാവ് സമ്പന്നമാക്കും എന്നൊക്കെയുള്ള പറഞ്ഞുകൊണ്ടിരുന്നത്. അധികാരത്തിലേക്ക് വന്നപ്പോഴേക്കും ഖജനാവിൽ പണം നിറയണം, അതിന് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണം, അതിന് PMC വഴി കിട്ടുന്ന ഫണ്ട് കിട്ടണം, കാശ് വരണം. സാധാ സീതാ നടപടികൾ മാത്രമാണ് ധനവരവിന്, എക്സ്ട്രാ ഓർഡിനറി ഒന്നുമല്ല ഇതൊന്നും. അല്ലല്ലോ ശ്രീ ഹാഷ്മി, അങ്ങേക്ക് ഉത്തരം പറയാം. അതിന് മുമ്പ് ശ്രീ ഗോപൻ തെറ്റിദ്ധരിപ്പിച്ച 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ ഇടപെടാതിരുന്നത് അദ്ദേഹം ഇടപെട്ടാൽ ഉടനെ തന്നെ അവിടെ നിന്ന് ഒളിച്ചോടും എന്നതുകൊണ്ടാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പോകാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞത് ബഡ്ജറ്റിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ നാളെ ബർക്കാടി അടക്കമുള്ളവർ കോടതിയിൽ പോയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ശ്രീ ഗോപൻ അറിയാമോ എന്ന് എനിക്കറിയില്ല. ഭരണഘടനയുടെ 202 വകുപ്പാണ് സംസ്ഥാന ബഡ്ജറ്റുകളെ പറ്റി പറയുന്നത്. അതിന്റെ സബ്സെക്ഷനിൽ വളരെ കൃത്യമായി ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു പ്രപ്പോസലാണെന്നും ആ പ്രപ്പോസലിന് സാങ്ഷൻ ഉണ്ടാവണമെങ്കിൽ, ലീഗൽ സാങ്ഷൻ ഉണ്ടാവണമെങ്കിൽ ഗവൺമെന്റ് ഓർഡറുകളും ഗവൺമെന്റ് ഡിസിഷനുകളും അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ലെവലിൽ എടുക്കേണ്ടതുണ്ട് എന്നും കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 2022 ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യം എന്ന പ്രപ്പോസൽ മുമ്പോട്ട് വെച്ച ശേഷവും ഗവൺമെന്റ് ഓർഡർ നമ്പർ 18/2022 പരാമർശം 1 മുതൽ 5 വരെയും 25ാമത്തെ പോയിന്റായും നിങ്ങൾക്ക് ഈ വീര്യം കുറഞ്ഞ മദ്യത്തെ പറ്റി ഗവൺമെന്റ് ഓർഡറായി മദ്യനയം പുറത്തു കൊണ്ടുവരേണ്ടി വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് ബഡ്ജറ്റിലൊരു പ്രപ്പോസൽ വെച്ചു, ബഡ്ജറ്റിലൊരു ടാക്സ് ഇംപ്ലിമെന്റേഷൻ വെച്ചു എന്ന് പറഞ്ഞ് സർക്കാരിന് അതിന് വിരുദ്ധമായോ അല്ലെങ്കിൽ അത് വേണ്ട, അത് വിൽക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് ഓർഡറായി പുറത്തു വരാൻ പോകുന്ന സർക്കാരിന്റെ അബ്കാരി പോളിസിയിൽ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല എന്നത് ശുദ്ധ നുണയാണ്, അത് തെറ്റുമാണ്. അതുകൊണ്ട് സർക്കാരിന്റെ അബ്കാരി പോളിസി വെളിയിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. 1. 2, അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നത് എത്ര കിട്ടിയെന്നാണ്. അത് ഇവർ കുറേ ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ മദ്യം ഉപയോഗിക്കുന്ന ആളല്ല, ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇവർക്ക് എവിടെ നിന്നാണ് ഈ ബെക്കാടി എന്നുള്ള പേരും മറ്റുള്ള പേരുകളൊക്കെ കിട്ടുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. പെട്ടെന്ന് CPM-ന് ബെക്കാടി എന്ന പേര് കിട്ടുന്നു. ബെക്കാടിയുടെ കമ്പനിയുടെ ഓണറിൻ്റെയും അതിൻ്റെ തലോട്ടപ്പൻ്റെ അടക്കം പേര് ഇവർ എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ കൃത്യമായി CM അതിൻ്റെ നാൾ വഴികൾ പറഞ്ഞു കഴിഞ്ഞു നിയമസഭയിൽ. ആദ്യം ഈ ബെക്കാഡിയുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കുന്നതും സംസാരിക്കുന്നതും മന്ത്രിസഭാ യോഗത്തിലും പിന്നീട് നിയമസഭയിലും സംസാരിക്കുന്നത് ഇന്നത്തെ പാർട്ടി സെക്രട്ടറി അന്നത്തെ അബ്കാരി മന്ത്രിയുമായിട്ടുണ്ടായിരുന്ന ഗോവിന്ദൻ മാസ്റ്ററാണ്. രണ്ടാമത്
ഈ പറയുന്ന MP രാജേഷ് അടക്കമുള്ളവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫോറിൻ അബ്കാരി പോളിസിയിൽ എന്തിനാണ് അമെൻമെന്റ് LDF ഗവൺമെന്റ് വരുത്തിയത് എന്ന അടക്കമുള്ള ചോദ്യമുണ്ട്. അപ്പോൾ കൈ കഴിയിട്ട് അയ്യോ ഞങ്ങളെല്ലാം ഒന്നും അറിഞ്ഞില്ലേ, ഞങ്ങളെല്ലാം ആട്ടുംകുഞ്ഞുങ്ങളാണ്, ഞങ്ങൾ നൈർമല്യതയുള്ള പാവം കുഞ്ഞാടുകളാണ് എന്ന രീതിയിൽ വർത്തമാനം പറയുന്നത് ശരിയല്ല. ഇനിയും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതാ LDF ഗവൺമെന്റ് എടുത്ത് തീരുമാനമല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് അത് തുടരുകയാണ് എന്ന നിലപാടെടുത്ത് ഈ UDF ഗവൺമെന്റിന് പോകാനും സാധിക്കില്ല. കാരണം ശ്രീ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് മുമ്പിൽ ഒരു എത്തിക്കൽ ബേർഡൻ ഉണ്ട്, ഈ പറയുന്ന ധാർമ്മികപരമായ ഉത്തരവാദിത്തമുണ്ട്. അവിടെയാണ് ഞാൻ തുടക്കം തൊട്ടേ പറയുന്നത്, ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് കേവലം അഡ്മിനിസ്ട്രേറ്റീവും ടെക്നിക്കലുമായ ഒരു ഡിസിഷൻ മാത്രമാണ്. എന്ത്? ആ കാറ്റഗറിക്ക് ഒരു ടാക്സ് ഇംപ്ലിമെന്റേഷൻ നടത്തുക. അത് ബഡ്ജറ്റിലേ നടത്താൻ പറ്റുകയുള്ളതേ. ഈ ബഡ്ജറ്റിലാണ് നടത്തിയില്ലെങ്കിൽ അടുത്ത ബഡ്ജറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് മാത്രം സ്പെഷ്യലായ ഒരു എത്തിക്കൽ ബേർഡൻ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായി അറിയാവുന്ന ആരാണ്? ആ മുന്നണിയെ നയിച്ച നേതാവ് എന്നുള്ളത് VD സതീശനല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് എത്തിക്കൽ ബേർഡൻ വെച്ച് ആ പണിക്ക് പോകേണ്ട കാര്യം എന്താ? വസന്ത്, ഇതിലെ PMCയുടെ കാര്യത്തിൽ ഞങ്ങൾ പിൻവലിക്കാൻ വേണ്ടി ഒപ്പിട്ടു എന്ന് പറഞ്ഞ പോലെയല്ലേ? ശ്രീ ഹാഷ്മി അല്ലല്ലോ, ശ്രീ ഹാഷ്മി വളരെ കൃത്യമായി ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എന്ത്? അതൊരു ടെക്നിക്കൽ ഡിസിഷൻ മാത്രമാണ്, അത് ചെയ്തേ പറ്റൂ. കാരണം അത് ഈ ബഡ്ജറ്റ് അല്ലെങ്കിൽ അടുത്ത ബഡ്ജറ്റിൽ തീരുമാനിക്കണം എത്ര ശതമാനമാണ് നമ്മൾ അതിൽ ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അത് തീരുമാനിച്ചു. ഇനി വരാനിരിക്കുന്നത് സർക്കാരിന്റെ അബ്കാരി പോളിസിയാണ്. ആ അബ്കാരി പോളിസി വരുമ്പോൾ സ്വാഭാവികമായും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കേൾക്കും, പ്രതിപക്ഷത്തെ കേൾക്കും. ഇതുമായി ബന്ധപ്പെട്ട UDFന്റെയും കോൺഗ്രസിന്റെ തീരുമാനം ചർച്ച ചെയ്യപ്പെടും. അതിനുശേഷമായിരിക്കും ആ അബ്കാരി പോളിസി വരിക. ആ അബ്കാരി പോളിസിയിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണമോ, ഇനി വിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിൽ ഏതൊക്കെ ഉൾപ്പെടും, അത് എവിടെയൊക്കെ വിൽക്കും എന്നുള്ള തീരുമാനമുണ്ട്. ഇനി ഇവർ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. എന്താ അത്? അവർ പറയുന്നത് സ്ത്രീകളും കുട്ടികളും അവരിത് മദ്യം മേടിച്ച് അങ്ങ് ഉപയോഗിക്കും. സ്ത്രീകൾ മദ്യം ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പുരുഷന് ഉപയോഗിക്കാമെങ്കിൽ സ്ത്രീക്ക് ഉപയോഗിക്കാം എന്നാണ് എൻ്റെ നിലപാട്. പുരുഷന് മാത്രമായി മദ്യം ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഒന്നുമില്ല. പുരുഷന് ഉപയോഗിക്കാവുന്നതെല്ലാം സ്ത്രീക്ക് ഉപയോഗിക്കാം. അത് തന്നെയാണ് ഇക്വാലിറ്റിയും. ഇനി അത് രണ്ടുപേരും ഉപയോഗിക്കാത്തതാണ് നല്ലത് എന്ന അഭിപ്രായമാണ് എനിക്ക് വ്യക്തിപരമായുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ കുട്ടികൾ ഉപയോഗിക്കുന്നത് പ്രശ്നമാണ്. പക്ഷേ ഈ സംസ്ഥാനത്ത് 25 വയസ്സായിരുന്നു നമുക്ക് ഈ പറയുന്ന ബാറിൽ പോയി അല്ലെങ്കിൽ ഈ പറയുന്ന ബെവറേജസ് ഔട്ട്ലെറ്റിൽ പോയി മദ്യം മേടിക്കാനുണ്ടായിരുന്ന പ്രായം. അത് 23 ആക്കി കൊടുത്ത ആരാ ഗോവ? ആരാ? എന്ത് കിട്ടിയിട്ടാണ് നിങ്ങൾ കുറച്ചു കൊടുത്തത്? UDF ഗവൺമെന്റ് ഇറങ്ങിപ്പോകുമ്പോൾ 29 ബാറേ ഉള്ളായിരുന്നു. 800 ബാറാക്കി മാറ്റിയത് ആരാ ഗോവ? ഇനി നിങ്ങൾ ഈ പറഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും മദ്യം മേടിക്കാൻ പോകുമ്പോൾ 7 മണി വരെ ആയിരുന്നു ബാറിന്റെ ടൈം ലിമിറ്റ്. അത് 10 മണി വരെ ആക്കി കൊടുത്ത് മലക്കെ തുറന്ന് വെച്ചേക്ക് എന്ന് പറഞ്ഞ ആരാ ഗോവ? അതിന് എത്ര രൂപ കിട്ടി നിങ്ങൾക്ക്? അതിൻ്റെ കൂടെ കണക്ക് പറയണം. അവസാനമായി CRTG റിപ്പോർട്ട് പ്രകാരം 756 കോടി രൂപയാണ് TOT പിരിക്കാനുള്ള ബാർ മുതലാളിമാരിൽ നിന്ന് കഴിഞ്ഞ വർഷം. അത് പിരിക്കാതിരുന്നിട്ട് അവന്മാർക്ക് സുഖസൗകര്യം ഉണ്ടാക്കി കൊടുത്തത്, അവന്മാരുടെ ടാക്സ് സർക്കാർ ഖജനായിലേക്ക് വരണ്ട എന്ന് തീരുമാനിച്ചതിന് എത്ര ശതമാനം കമ്മീഷൻ കിട്ടി നിങ്ങൾക്ക്? അവരൊന്നും പറയല്ലേ, നമ്മുടെ ഖജാനാവിലേക്കുള്ള മുഖ്യ ആസൂത്രകരൊക്കെ അവരൊന്നും പറയല്ലേ, അവരൊന്നും പറയല്ലേ, നമ്മുടെ ഖജനാവിലേക്കുള്ള ഫണ്ടിന്റെ മുഖ്യ ആൾക്കാർ അവരൊക്കെയാ. പോട്ടെ, നമ്മൾ ബഹുമാനത്തോടുകൂടി കാണണം. ശ്രീ വസന്ത്, ഞാൻ അങ്ങനെയൊക്കെ എത്താമേ. ഞാൻ ബഹുമാനത്തോട് പറഞ്ഞ ഞാൻ സർക്കാസോട്ട് പറഞ്ഞാണ്, നമ്മുടെ വ്യക്തിപരമായ നിലപാടല്ല. ഓക്കെ, ഞാൻ അങ്ങനെ എത്താം. ശ്രീ പി കെ കോപൻ ഇവിടെ ബക്കാടി എന്നുള്ള കമ്പനിയുടെ പേര് VD സതീശൻ ആദ്യമായിട്ട് കേൾക്കുന്നതല്ലല്ലോ. 2017 TP രാമകൃഷ്ണൻ എക്സൈസ് മന്ത്രിയായിരിക്കെ അതാ വരുന്ന വിഷയം. KSBC ടെൻഡറിൽ പങ്കെടുക്കുന്നതിനുള്ള അനുമതി ഉത്തരവ് തേടിയുള്ള അപേക്ഷ. സാർ, ലോകത്താകമാനം ഗുണമേന്മയുള്ള മദ്യം ഉൽപ്പാദിച്ച് വിതരണം ചെയ്യുന്ന കമ്പനിയാണ് ബക്കാടി. നിലവിൽ കേരളത്തിലും ബക്കാടിയുടെ അവരുടെ ആവശ്യം ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം ഇങ്ങോട്ടേക്ക് വരുത്തണമെന്നുള്ളതാണ്. അതവിടെ കടന്നു. അത് കഴിഞ്ഞ് വന്ന് ഇടത് സർക്കാരിനോട് തുടർന്നു, MV ഗോവിന്ദനോട് തുടർന്നു. ഏറ്റവും ഒടുവിൽ 2021 ക്യാബിനറ്റ് നോട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് അതിൽ പറയുന്നത് ഞാൻ വായിക്കാം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ലഭ്യത പ്രോത്സാഹിപ്പിക്കണമെന്നും ഇക്കാര്യത്തിൽ നിയോഗിച്ചിട്ടുള്ള AP ഉദയഭാനു കമ്മീഷൻ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. വിൽപ്പന KSBC മുഖേനയായതിനാൽ നിശ്ചിത പ്രായപരിധിക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താവുന്നതാണ്. ആയതിനാൽ ഇത്തരം മദ്യം ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമോ ആകുമോ എന്ന ആശങ്ക അടിസ്ഥാനമില്ലാത്തതാണ്. വീര്യമുള്ള മദ്യത്തെ പോലെ ആരോഗ്യത്തെ കൂടുതൽ ഹാനികരമായി ബാധിക്കുമെന്നും കാണുന്നില്ല. ടൂറിസം IT മേഖലകളിൽ ഉണർവുണ്ടാക്കുന്നതിന് സഹായകരമാണെന്ന് പറയുന്നത് പോയ സർക്കാരിന്റെ കാലത്തെ ക്യാബിനറ്റ് നോട്ടാണ്. അതുകൊണ്ട് ബക്കാടിയിൽ വഴിവെട്ടിയത് VD സതീശനല്ല, നികുതി ഏർപ്പെടുത്തുക മാത്രമാണ് VD ചെയ്തത്. തെറ്റാണ് ശ്രീ കാശ്മി. ഞാനത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേ മതിയാവും. ശ്രീ വസന്തിനെ പോലുള്ള ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പ്രതിപക്ഷ മര്യാദ ഉണ്ടാകണമെന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ആവർത്തിക്കുകയാണ്.
അത് ശ്രീ ഹാഷ്മി പറഞ്ഞ വിഷയം മാത്രമല്ല. ഹാഷ്മി പറഞ്ഞത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പിന്നെ ഇടതുപക്ഷത്തെ പറയുമ്പോൾ അദ്ദേഹത്തിന് അത്രയും നോവാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ പലപ്പോഴും അത് ചൂണ്ടിക്കാണിക്കാറില്ല. അത്രയുള്ള അതിനകത്ത് പ്രശ്നം. അങ്ങ് കഴിഞ്ഞ ഒരു ചർച്ചയെ പറഞ്ഞു, നിങ്ങൾക്കറിയാൻ വയ്യാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ChatGPT പോയി നോക്ക്. ഇപ്പം ചോദിക്കുന്നു നിങ്ങൾക്കറിയാവോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഒന്നും അറിവ് പരിശോധിക്കാൻ നിങ്ങൾ എന്തായാലും ഈ സന്ധിക്ക് മെനക്കെടണ്ട. നിങ്ങൾ ഈ സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനെ പോലെയോ പിന്നെ വില്യം ഷേക്സ്പിയറെ പോലെയോ ആദി കേശവനെ പോലെയോ അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയോ വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഓതൻറ്റിക് ആണെന്നുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ അങ്ങ് പറഞ്ഞു, അത് മറ്റുള്ളവരുടെ ചുമലിൽ ചാരി വേണ്ട. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ചർച്ചയിൽ ഇടയ്ക്ക് ഇടപെട്ട് പറഞ്ഞാൽ ഗോവൻ ഒളിച്ചോടും, അതുകൊണ്ടാണ് ഇടപെടാൻ ഞാൻ സമ്മതിക്കത്തില്ലല്ലോ. നിങ്ങൾക്ക് എൻ്റെ ചർച്ചയിൽ നിങ്ങൾ വേളം ഉണ്ടാക്കാൻ നിന്നാൽ ഞാൻ ചർച്ച അങ്ങ് നിർത്തും, ഹാഷ്മി അനുവദിച്ചാൽ. അതുകൊണ്ടല്ലേ നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ ഇടപെടാത്തത്. ആ മര്യാദയുടെ പേരില്ല. അല്ലാതെ നിങ്ങൾ പിന്നെ എൻ്റെ ചർച്ചയ്ക്ക് ഇടപെടാൻ നിങ്ങൾക്ക് ആരാ അവകാശം തന്നെ? ഒരു ക്വസ്റ്റ്യന് വഴങ്ങാൻ ചിലപ്പോൾ നമുക്ക് ഒരു ചോദ്യം ചോദിക്കും, അത് ഞാനും ചോദിക്കും നിങ്ങൾ ചോദിക്കും. അതിനപ്പുറത്ത് എൻ്റെ ചർച്ചയിൽ ഇടപെടാൻ നിങ്ങൾക്ക് അവകാശമില്ല. അത് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. പിന്നെ ഈ 100 കോടി ടാക്സ് പിരിച്ചില്ല, മനോരമ നിങ്ങളെ വഴിതെറ്റിക്കുന്നതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. അത് ഒറ്റത്തവണ തീർപ്പിന് വേണ്ടി മാറ്റിവെച്ച കാര്യമാണ് ആ ടാക്സ്. അതെന്താണെന്ന് പരിശോധിച്ചാൽ മതി, അതിൻ്റെ വിശദാംശം പറയാൻ സമയമില്ല. രണ്ടാമതായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് ഇപ്പോൾ ഹാഷ്മി ഉന്നയിച്ച പ്രശ്നം തന്നെ, ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് സ്പിരിറ്റിൽ അധിഷ്ഠിതമായ വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി കൊടുത്തിട്ടില്ല. ഹാഷ്മി അനുമതിക്ക് വേണ്ടി റിപ്പോർട്ടും ചോദിച്ചിട്ടില്ല. ഞങ്ങളിവിടെ പറഞ്ഞത് പഴം, പച്ചക്കറി തുടങ്ങിയ വിഭവങ്ങളിൽ നിന്ന് ഗോവയിൽ ഫെനി ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ കേരളത്തിലെ വടക്കൻ, പ്രത്യേകിച്ച് വടക്കൻ മലബാർ അല്ലെങ്കിൽ മലബാർ മേഖലയിൽ കൃഷിക്കാർക്ക് വലിയ തോതിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാനാണ്. ബെക്കാടി അപേക്ഷ തന്നു. ഇനി വസന്തിന് ബെക്കാടി എന്ന പേര് CPM-കാർക്ക് മാത്രമേ അറിയാവൂ, അല്ലേ? ലോകമാകെ അറിയപ്പെടുന്ന ഒരു കമ്പനി ബെക്കാടിയുടെ അപേക്ഷയ്ക്ക് വേണ്ടി 3 മണിക്കൂർ കൊണ്ട് തീരുമാനമെടുത്ത മുഖ്യമന്ത്രി, ബെക്കാടിയെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണല്ലോ 3 മണിക്കൂർ മുമ്പ് തീരുമാനമെടുത്തത്. ബാക്കി എല്ലാ തീരുമാനങ്ങളും മാറ്റിവെച്ച് ഇഴച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 മണിക്കൂർ കൊണ്ട് തീരുമാനമെടുത്തു ബെക്കാടി. 3 വർഷമായിട്ട് ഞങ്ങളുടെ മുമ്പിലുള്ള ആപ്ലിക്കേഷൻ അത്. ഞങ്ങൾ ബെക്കാടിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. എന്താ കാര്യം? സ്പിരിറ്റ് വീര്യം കുറച്ച് മദ്യമായിട്ട് വിൽക്കുന്നവരോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. നിങ്ങൾ പഴത്തിൽ നിന്നും പച്ചക്കറിയിൽ നിന്നും മദ്യം ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ മദ്യം ഉൽപ്പാദിപ്പിച്ചാൽ അത് കൃഷിക്കാർക്ക് ഗുണമാകും. ഇനി ബാറിൻ്റെ കണക്കൂടെ പറയാം. കുറേ ദിവസമായിട്ട് വെച്ച് കാച്ചിക്കൊണ്ടിരിക്കുകയല്ലേ. UDF-ൻ്റെ കാലത്ത് 29 ബാറേ ഉള്ളെന്ന്. നിങ്ങൾ എൻ്റെ ഹാഷ്മി നിങ്ങളെങ്കിലും ചോദിക്കണ്ടേ? UDF-ൻ്റെ കാലത്ത് അതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. VM സുധീറിനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ബാർ ലൈസൻസ് പുതുക്കിയില്ല. പക്ഷേ 829 ബാറിൻ്റെ സ്ഥാനത്ത് 813 ബിയർ വൈൻ പാർലർ തുറന്നു പ്രവർത്തിച്ചിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത്? 306 ഫോറിൻ റീറ്റെയിൽ ഷോപ്പ് പ്രവർത്തിച്ചിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. 29 ബാറും പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ എത്രയായി? ഇനി LDF-ൻ്റെ കാലത്ത് 896 ബാറ്, 226 ബിയർ പാർലർ, 335 ഫോറിൻ ലിക്വർ റീറ്റെയിൽ, എല്ലാം കൂടെ 1457 ആണല്ലോ. തൊട്ടപ്പുറത്ത് കർണാടകത്തിലെ ബാറിൻ്റെ എണ്ണം എത്രയാണെന്നറിയാവോ ഹാഷ്മിക്ക് അറിയാമല്ലോ? 14,500, 10 ഇരട്ടി. ഇനി ഇവിടെ BJP-യുടെ പ്രതി പറഞ്ഞല്ലോ UP-യിലെ കാര്യം. UP ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ മദ്യഷാപ്പുകളുടെ എണ്ണം എത്രയാണെന്നറിയോ? 80,000 എന്ന് പറഞ്ഞാൽ 160 കോടിയെ 80,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20,000 ആൾക്ക് ഒരു മദ്യഷാപ്പുണ്ട് ഇന്ത്യയിൽ. അധികൃതമാണേ, അനധികൃതം വേറെ ഉണ്ട്. അധികൃതം കേരളത്തിൽ 1.25 ലക്ഷം പേർക്ക് ഒരു ഷാപ്പേ ഉള്ളൂ. കേരളത്തിലെ 3.5 കോടിയെ നിങ്ങൾ ഈ 1457 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ലക്ഷത്തിലധികം ആൾക്ക് ഒരു ബാറേ ഉള്ളൂ കേരളത്തിൽ. ഇനി മദ്യത്തിൻ്റെ അതിൻ്റെ എണ്ണം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് UDF-ൻ്റെ കാലത്ത് വിറ്റ മദ്യം എത്രയാണ്, LDF-ൻ്റെ കാലത്ത് വിറ്റുകൊണ്ടിരിക്കുന്ന മദ്യത്തിൻ്റെ കണക്കെത്ര നോക്കണം. ഞാൻ ഒരു കണക്ക് മാത്രം പറയാം ശ്രീ ഹാഷ്മി, സമയക്കുറവുണ്ട്. 2015-16 അതായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ അവസാന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന വിൽപ്പന ഒരു വർഷം 356 ലക്ഷം കേസ്. ഒരു കേസ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടല്ലോ, 9, 10, 12 അങ്ങനെ നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ അത് 356 ലക്ഷം കേസ്. LDF-ൻ്റെ 21 മുതൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം 315 ലക്ഷം കേസ് മദ്യം. അതായത് ഏതാണ്ട് 35-41 ലക്ഷം കേസ് മദ്യം LDF അധികാരത്തിൽ ഇരിക്കുമ്പോൾ കേരളത്തിൽ വിൽപ്പന കുറവാണ്. ആനുപാതികമായി കൂടേണ്ടതാണ്. അതിനൊരു കാരണം CPM-ഓ LDF-ഓ മാത്രമല്ല. അല്ല, ഞാൻ ഒരു വാചകം പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. അത് CPM-ഓ LDF-ഓ മാത്രമല്ല, മറിച്ച് കേരളത്തിലെ സ്കൂളുകൾ, കേരളത്തിലെ അധ്യാപകർ, പോലീസ് സേന, എക്സൈസ്, മതസംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ എല്ലാവരും യൂത്ത് വിഷന്റെ ഭാഗമായി. നമ്മുടെ ഉയർന്ന സിനിമ ആർട്ടിസ്റ്റുകൾ,
അവരെല്ലാവരും ഭാഗമായപ്പോഴാണ് നമുക്ക് ഈ കുറവ് വരുത്തിയത്. അതുകൊണ്ട് കേരളം മദ്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ബോധവൽക്കരണത്തിൽ ആൾക്കാർ നന്നായി കുറവ് വരുത്തി എന്ന് മാത്രം പൂർണ്ണമാവില്ല. ഇവിടെ കിലോ കണക്കിന് പിടിക്കുന്ന MDMA അക്കൗണ്ടത്തേക്ക് കയറ്റി വെക്കണം. ഞാൻ ഇല്ല, നമ്മുടെ സമയമല്ല. ശ്രീ ശ്യാമരാജന്റെ ആദ്യ ഒഴുത്തര ചോദ്യം മദ്യത്തെ പറ്റിയായിരുന്നു. താങ്കളും ശ്രീ വസന്ത് സിറിയക്കിനെ പോലെയും ശ്രീ PK ഗോവനെ പോലെയും മദ്യപിക്കാത്ത ആളും മദ്യവിരുദ്ധനായതുകൊണ്ടാണോ അതിലൊന്നും പറയാതിരുന്നേ? ഞാൻ എന്തായാലും മദ്യപിക്കാത്ത ആൾ തന്നെയാണ് കാശ്മീർ. ഒരു കാര്യം പറയാനുള്ളൂ, ഇന്ന് നിങ്ങൾ കുറച്ചുകൂടെ സമയം തരണം കേട്ടോ. ഒന്ന് ഞാൻ അതിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരാം. ഒന്ന് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞു നോക്കി, വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നി. അവർ പറയുന്നത് കേരളത്തിലെ കർഷകരെ എന്തോ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, എന്താ കിഴങ്ങിൽ നിന്നും പച്ചക്കറിയിൽ നിന്നൊക്കെ മദ്യം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. ഒന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാളയാർ ചെക്ക് പോസ്റ്റ് എങ്ങാനും അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള പച്ചക്കറി കിട്ടത്തില്ല, കഴിക്കാനുള്ള കിഴങ്ങും കിട്ടത്തില്ല. എന്നിട്ടാണ് നമ്മളിനി കർഷകരെ സഹായിക്കാനെന്നും പറഞ്ഞുകൊണ്ട് കിഴങ്ങിൽ നിന്നും പച്ചക്കറിയിൽ നിന്നും മദ്യം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. എന്തൊരു അപഹാസ്യമാണെന്ന് നോക്കിയൊന്ന് ആലോചിക്കുക. കേരളത്തിൽ കൃഷിയെ ഇവർ പൊളിച്ചു കളഞ്ഞു. ഉള്ള കൃഷിയിടങ്ങളിലുള്ള പാടങ്ങളിലെല്ലാം കൊണ്ട് കൊടിയും കുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൃഷിയെ നശിപ്പിച്ച് കളഞ്ഞിട്ട് പറയാം ഇനിയിപ്പോൾ നെല്ലിൽ നിന്ന് മദ്യം ഉണ്ടാക്കാൻ വേണ്ടി. നിങ്ങൾ നെല്ലിൽ നിന്ന് മദ്യം ഒന്നും ഉണ്ടാക്കണ്ട, ആ നെൽ കർഷകർക്ക് ആ താങ്ങുവിലൊന്നും കൊടുത്തിട്ട് പറയുന്ന നെല്ലൊന്ന് മേടിച്ച് വെച്ചാൽ വലിയ ഉപകാരമായിരുന്നു. നിങ്ങൾ ഈ കിഴങ്ങിൽ നിന്ന് മദ്യം ഒന്നും ഉണ്ടാക്കണ്ട, ആൾക്കാർ കഴിക്കാനുള്ള കിഴങ്ങ് ഇച്ചിരി കൊടുത്തായിരുന്നെങ്കിൽ വലിയ ഉപകാരം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കിഴങ്ങെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. കിഴങ്ങ് ഏത് പഴം? ആ കശുവണ്ടിപ്പഴോ? ഇവര് കിഴങ്ങെന്ന് അവസാനം കിടന്ന് അലമുണ്ടാക്കല്ലേ? ഞാൻ പറയട്ടെ, കപ്പയെന്നുണ്ടാക്കും. കപ്പ കിഴങ്ങല്ലേ? കപ്പയെന്നുണ്ടാക്കും മധുരക്കിഴങ്ങ്, എന്തായാലും കിഴങ്ങാണല്ലോ. ആദ്യം ആൾക്കാർക്ക് അത് കഴിക്കാൻ കൊടുക്കട്ടെ, എന്നിട്ട് അതിന് മദ്യം ഉണ്ടാക്കാം നമുക്ക്. ഇവിടെ ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത്. നോക്കൂ, എങ്ങനെയും മദ്യം ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും മദ്യം ഉണ്ടാക്കണം. അതിൽ നിന്ന് ടാക്സ് പിരിക്കണം. ഈ നാട്ടിലെ ആൾക്കാരെ മൊത്തം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ അടിച്ച് തൂഫാനാക്കി കിടത്തണം. അതിനപ്പുറത്തേക്ക് ഇവർക്ക് യാതൊരു ലക്ഷ്യമില്ലെന്ന്. അതല്ല പിന്നെ ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാ ഇതിന് മദ്യം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്? പിന്നെ ഇവർ പറഞ്ഞതിനകത്ത് തെറ്റെന്താ പറയുക? കണക്കിലേ തെറ്റുണ്ട്. ഒന്ന്, കേരളത്തിൽ 4903 പേർക്ക് ഒരു മദ്യശാല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലെ ഈ മദ്യശാലകളുടെ കാര്യത്തിൽ ഏറ്റവും ഡെൻസിറ്റി കൂടിയ സ്റ്റേറ്റ് കേരളമാണെന്ന്. 3.5 കോടി 4 കോടി ജനങ്ങൾക്കാണ് ഇത്രയുള്ളത്. ഏറ്റവും കൂടുതൽ ദേശീയ ശരാശരി 23,000 താങ്കളുടെ തെറ്റാണെന്നേ. താങ്കളുടെ കണക്ക് തെറ്റാണ്. എന്തായാലും കണക്ക് ഞാൻ പറയാം, താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. കണക്ക് താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. താങ്കൾ ശരിയില്ലാട്ടോ ഹാഷ്മി, ഇത് ശരിയല്ലാട്ടോ ഹാഷ്മി, ഇത് ശരിയല്ല. സമയം കിട്ടിയിട്ടില്ല. എന്റെ സമയത്തിന് അദ്ദേഹത്തിന് ഇടപെടാനും പറ്റില്ല. തെറ്റാണ് ഇവർ പറയുന്ന കണക്ക് മൊത്തം. ഇവർ പറയുന്ന കണക്ക് മൊത്തം തെറ്റാണെന്നേ. ഒന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ആദ്യം ഇവിടെ LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു. ഈ പറഞ്ഞിട്ടുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. രണ്ടാമത് കൊണ്ടുവന്ന VD സതീശൻ അതിന് ചൂട് പിടിച്ചു. ഇവരെന്താ പറയുന്നത്? ടാക്സിന്റെ സ്ലാബ് സ്ഥാപിക്കാൻ വേണ്ടി മാത്രം നോക്കിയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് ഇത്ര ഒരു തിടുക്കുണ്ടായില്ലല്ലോ. എന്താ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് മൊത്തം ഇന്ദിരാ ഗ്യാരണ്ടി ഇവർ കൊടുക്കാൻ വേണ്ടി പറ്റുമോ? എവിടെ പോയി പെൺകുട്ടികൾക്ക് 1000 രൂപ വിദ്യാർത്ഥികൾ കൊടുക്കുന്നു? സമയം കഴിയാണ്, ക്ഷമിക്കണം, സമയം കഴിയാണ്. എന്തായാലും ആ കള്ളുണ്ടാക്കുന്നത് അത് കിഴങ്ങിന്നാണെങ്കിലും മധുരക്കിഴങ്ങിന്നാണെങ്കിലും കപ്പയെന്നാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും പഴത്തിലാണെങ്കിലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. എല്ലാവരും ഓർത്താൽ നല്ലത്. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.